ഹായ് സ്റ്റുഡൻസ്, എല്ലാവർക്കും മറ്റൊരു യൂട്യൂബ് സെഷനിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ സെഷൻ എന്ന് പറയുന്നത് നമ്മുടെ സെക്കൻഡ് സെമസ്റ്റർ BSc നഴ്സിംഗ് പഠിക്കുന്ന കുട്ടികൾക്ക് വളരെ യൂസ്ഫുൾ ആകുന്ന പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസ് ആണിത്. അപ്പോൾ ഈ ഒരു സീരീസിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് പല യൂണിവേഴ്സിറ്റികളിലായിട്ട്, പ്രധാനമായിട്ട് കേരള യൂണിവേഴ്സിറ്റിയും അതുപോലെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റി, MGR, NDR ഇതുപോലെയുള്ള യൂണിവേഴ്സിറ്റികളിൽ കഴിഞ്ഞ വർഷങ്ങളിൽ സെമസ്റ്റർ എക്സാമിലും അതുപോലെ തന്നെ ഇയർ എക്സാംസിലും നടന്നു വരുന്ന അല്ലെങ്കിൽ നടന്നിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പറുകൾ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ പല ക്ലാസ്സുകളിലും നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ തിയറി ടോപ്പിക്സ് സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിക്കണമെങ്കിലും അതിൽ ഏറ്റവും എഫക്റ്റീവായിട്ട് കണ്ടന്റ് വളരെ സ്കോറിംഗ് ആയിട്ടുള്ള രീതിയിൽ എക്സാമിന് പ്രസൻറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പഠിക്കണം. കാരണം അവിടെ കഴിഞ്ഞ എക്സാംസുകളിലെല്ലാം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട്, അതായത് ക്വസ്റ്റ്യൻ മാത്രമല്ല, ആ ഒരു ക്വസ്റ്റ്യൻ്റെ ആൻസർ മാത്രമല്ല, അവിടെ ഏത് ടോപ്പിക്കാണോ ചോദിച്ചത് ആ ടോപ്പിക്ക് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങളൊരു 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുപോലെ അനാലിസിസ് നടത്തി പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ എക്സാമിന് വരുന്നതിൽ 90% ക്വസ്റ്റ്യൻസും ഈ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഉള്ളത് തന്നെ ആയിരിക്കും. പക്ഷേ സെയിം അതേ അപ്രോച്ചിലായിരിക്കില്ല വരുന്നത്. പല രീതികൾ, സെയിം ടോപ്പിക്കുകൾ പല രീതികളിലായിരിക്കും ചോദിക്കുന്നത്. എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു പ്രാവശ്യം 10 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ ആണെങ്കിൽ അടുത്ത പ്രാവശ്യം ചിലപ്പോൾ 5 മാർക്കിനോ 2 മാർക്കിനോ ആയിരിക്കാം വന്നിരിക്കുന്നത്. എന്നാൽ ഒരു പ്രാവശ്യം 2 മാർക്കിന് ചോദിച്ച ക്വസ്റ്റ്യൻ അടുത്ത പ്രാവശ്യം അതിൻ്റെ ആ ടോപ്പിക്കിൽ നിന്ന് 10 മാർക്കിനോ 5 മാർക്കിനോ ആയിരിക്കും ചോദിക്കുന്നത്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? പഴയ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് എടുക്കുക, ആ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ എന്ത് ടോപ്പിക്കാണോ ചോദിച്ചത്, ഏത് രീതിയിലാണോ ചോദിച്ചത്, ആ കണ്ടന്റ് കംപ്ലീറ്റ് ആയിട്ട് പഠിക്കുക. അതിൽ നിന്ന് 10 മാർക്കായാലും 5 മാർക്കായാലും 2 മാർക്കായാലും ഇനി ഈവൻ 1 മാർക്ക് MCQ ചോദിച്ചാലും എന്ത് ചോദിച്ചാലും എഴുതാൻ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ നിങ്ങൾക്ക് എക്സാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹെൽപ്പിംഗ് അല്ലെങ്കിൽ പ്രിപ്പറേഷൻ ക്ലാസ്സസ് ആണ് ഞാൻ ഇന്നിവിടെ ഈ ഒരു ക്ലാസ്സിലൂടെ തുടങ്ങാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഇന്ന് ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന ലാസ്റ്റ് 2024 നടന്ന ബയോകെമിസ്ട്രി ആൻഡ് ന്യൂട്രീഷൻ എന്നുള്ള ക്വസ്റ്റ്യൻ്റെ ഒരു പേപ്പറാണ്. അപ്പോൾ നമ്മൾ ഇതിൽ എല്ലാ ക്വസ്റ്റ്യൻസും ഇന്ന് ഡിസ്കസ് ചെയ്യുന്നില്ല, കുറച്ച് ക്വസ്റ്റ്യൻസ്, അതായത് നമുക്ക് ആവശ്യം പോലെ സമയമുണ്ട്. നിങ്ങൾക്ക് നെക്സ്റ്റ് കേരള യൂണിവേഴ്സിറ്റിയിൽ എക്സാം വരുന്നത് ഒക്ടോബറിലാണ്. എക്സ്പെക്റ്റഡ് ഡേറ്റ് എന്ന് പറയുന്നത് ഒക്ടോബർ 10 ആണ്. അപ്പോൾ അതിനു മുന്നേ ആ ഒരു ഡെഡ് ലൈൻ മെൻഷൻ ചെയ്തുകൊണ്ട് തന്നെ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നമുക്ക് പഠിച്ചു തീർക്കണം. അപ്പോൾ യൂഷ്വലി കുട്ടികൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ലാസ്റ്റ് എല്ലാ തിയറി ടോപ്പിക്സും പഠിച്ചു കഴിഞ്ഞ് ലാസ്റ്റ് എക്സാമിന് മുന്നേ 2 ദിവസമാണ് ഈ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഒന്ന് ഓടിച്ചു നോക്കുന്നത്. അങ്ങനെ നോക്കുന്നതിനേക്കാൾ കൂടുതൽ ബെനിഫിറ്റ് നിങ്ങൾ ആദ്യമേ ഇപ്പം തന്നെ നിങ്ങൾ ഏകദേശം പകുതിയോളം പോർഷൻസ് ഒക്കെ പഠിച്ചു കഴിഞ്ഞിട്ടുണ്ടാകും. ക്ലാസ് ടെസ്റ്റുകളൊക്കെ നടക്കുന്നുണ്ടാകും. അതിനൊപ്പം തന്നെ പാരലലി നിങ്ങൾ എന്ത് ചെയ്യുക, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് കൂടെ അനാലിസ് ചെയ്ത് പഠിക്കുക. ഓക്കെ, അപ്പോൾ പല ഗുണങ്ങളുണ്ട് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുന്നതിൽ. അതിൽ പ്രധാനമായിട്ടുള്ളൊരു കാര്യം നിങ്ങളുടെ കോൺഫിഡൻസ് അത് വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ അല്ലെങ്കിൽ കൂട്ടാൻ അത് സഹായിക്കും. കാരണം എക്സാം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ ഒരുപാട് കണ്ടിരിക്കുന്നു, അതിൻ്റെ എല്ലാം ആൻസേഴ്സ് നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് പഠിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ നിങ്ങളുടെ മുന്നിൽ ഫൈനൽ എക്സാമിന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ നിങ്ങൾക്കൊരു അമ്പരപ്പോ അല്ലെങ്കിൽ ടെൻഷനോ ഒന്നും തന്നെ ഉണ്ടാകില്ല. വളരെ കോൺഫിഡൻ്റ് ആയിട്ട് എങ്ങനെയാണ് ഓരോ ക്വസ്റ്റ്യനും ആൻസർ ചെയ്യേണ്ടത് കൃത്യമായിട്ടുള്ള ഒരു ഐഡിയ നിങ്ങൾക്ക് അവിടെ ഉണ്ടായിരിക്കും. അപ്പോൾ അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ്. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിക്കുന്നത് നിങ്ങളുടെ ഫൈനൽ എക്സാമിന് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ പേപ്പറിലെ 90 to 95% ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചിട്ടുള്ളത് തന്നെ. കാരണം നിങ്ങൾ 10 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്ത് പഠിച്ചിട്ടാണ് പോയിരിക്കുന്നത്. ഡെഫിനറ്റ്ലി അതിലുള്ള മോസ്റ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻസും എന്തായിരിക്കും, നിങ്ങൾ ഓൾറെഡി കവർ ചെയ്തിട്ടുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ സ്കോർ കൂടുതൽ കിട്ടാൻ സഹായിക്കും. മറ്റൊന്ന്, നിങ്ങളുടെ എക്സാം പാറ്റേൺ എങ്ങനെയാണെന്നറിയാം. അതായത് ടൈം മാനേജ് ചെയ്യാൻ കൃത്യമായിട്ട് MCQ ക്വസ്റ്റ്യൻസിന് എത്ര സമയം കൊടുക്കണം, essay ക്വസ്റ്റ്യൻസിന് എത്ര സമയം കൊടുക്കണം, ഷോർട്ട് നോട്ട്സിന് എത്ര സമയം കൊടുക്കണം, 2 മാർക്ക് ക്വസ്റ്റ്യൻസിന് എത്ര സമയം കൊടുക്കണം, അതിന് കൃത്യമായിട്ടൊരു കാൽക്കുലേഷൻ പല ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നിങ്ങൾ പ്രാക്ടീസ് ചെയ്തിട്ട് പോയതുകൊണ്ട് ആ ഒരു ടൈം മാനേജ് ചെയ്യാൻ അത് സാധിക്കും. പല കുട്ടികളും യൂഷ്വലി നമ്മുടെ പ്രീവിയസ് ഇയറിലൊക്കെ എക്സാം എഴുതിയ കുട്ടികൾക്ക് വന്ന് സങ്കടം പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്, മാം എല്ലാ ക്വസ്റ്റ്യനും ഈസി ആയിരുന്നു, മാം പറഞ്ഞ എല്ലാ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു, മാം പറഞ്ഞത് മാത്രമേ ചോദിച്ചുള്ളൂ, പക്ഷേ എനിക്ക് എല്ലാ കണ്ടന്റും അറിയായിരുന്നപ്പോൾ ഞാനതിങ്ങനെ എഴുതി എനിക്ക് സമയം പോയി, ലാസ്റ്റത്തെ 2 ക്വസ്റ്റ്യൻ എനിക്ക് എഴുതാൻ തീരെ സമയം കിട്ടിയില്ല, അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല. അങ്ങനെയുള്ള ഒരു പ്രശ്നം വരാൻ പാടില്ല. നമുക്ക്
ഒരു മാർക്കിന് ഇത്ര മാർക്കിന് 5 മാർക്കിന് എത്ര പേജസ് വേണം. ഒരു ക്വസ്റ്റ്യൻ കാണുമ്പോൾ തന്നെ നമുക്ക് തറവായിട്ട് യെസ് എന്തൊക്കെ ഹെഡിങ്സ് ഞാൻ ഇതിനകത്ത് എഴുതണം. ആ ഹെഡിങ് അതേ ക്വസ്റ്റ്യൻ 10 മാർക്കിന് ചോദിച്ചാൽ ഇതിൽ എന്തൊക്കെ കണ്ടൻസ് കൂടുതലായിട്ട് ഞാൻ ആഡ് ചെയ്യണം. ഒരു ഡിഫറൻസ് ബിറ്റ്വീൻ ചോദിച്ചാൽ ഞാൻ അത് ഏത് രീതിയിലാണ് പ്രസൻറ്റ് ചെയ്യേണ്ടത്, അതിനെക്കുറിച്ചൊരു കൃത്യമായിട്ടുള്ള ഐഡിയ ഉണ്ടാവണം. അപ്പോൾ ഈ പോയിന്റുകളെല്ലാം നിങ്ങൾക്ക് കൃത്യമായിട്ട് ഫോളോ ചെയ്യാൻ, ടൈം മാനേജ് ചെയ്യാനും കണ്ടൻറ്റ് പ്രസൻറ്റ് ചെയ്യാനും മോസ്റ്റ് ഓഫ് ദ കണ്ടൻറ്റ്സ് കവർ ചെയ്യാനും നിങ്ങളുടെ എക്സാമിന് വേണ്ട കോൺഫിഡൻസ് കൂട്ടാനും വേണ്ടിയിട്ട് അവസാനം നമ്മുടെ എക്സാമിൻ്റെ ടൈം വരെ നമ്മൾ വെയിറ്റ് ചെയ്യുന്നില്ല. ഇപ്പോഴേ തന്നെ നമ്മൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൻ്റെ ഡിസ്കഷൻ ക്ലാസ്സസ് സ്റ്റാർട്ട് ചെയ്യണം. അപ്പോൾ ഓൾറെഡി നമ്മുടെ തിയറി ട്യൂഷൻ ക്ലാസ്സസ് ഓൺഗോയിങ് ആണ്. മോസ്റ്റ് ഓഫ് ഏകദേശം ഒരു 55% നിയർലി 60% ടോപ്പിക്സും ഓൾറെഡി കുട്ടികൾക്ക് ക്ലാസ്സസും അതിൻ്റെ ഡീറ്റെയിൽ നോട്ട്സും അതിൻ്റെ എക്സ്പ്ലനേഷൻസും അതുപോലെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ഓരോ ചാപ്റ്ററിൽ ഫോക്കസ് ചെയ്ത് പഠിക്കേണ്ട ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഒക്കെ ഷെയർ ചെയ്തു. ഇനിയുള്ള ബാക്കിയുള്ള ടോപ്പിക്സ് വിത്തിൻ ദിസ് മന്ത് അല്ലെങ്കിൽ നമ്മുടെ ഈ ഓഗസ്റ്റ് 15 കൂടി നമ്മൾ കംപ്ലീറ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇനിയും കുട്ടികൾക്ക് കോഴ്സിൽ ജോയിൻ ചെയ്യാനുള്ള അവസരമുണ്ട്. നിങ്ങൾക്ക് സ്വന്തമായിട്ട് പഠിക്കാനുള്ള കഴിവുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആ ഒരു വഴി തന്നെ തിരഞ്ഞെടുക്കുക. കാരണം അവിടെ നിങ്ങൾക്ക് അന്വേഷിച്ച കണ്ടൻസ് ഒക്കെ നമ്മളുടെ കയ്യിലുണ്ട്, മെറ്റീരിയൽസ് ഉണ്ട്. എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയാമെങ്കിൽ അത് തന്നെയാണ് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള വഴി. ഇനി അതല്ല, നിങ്ങളുടെ കയ്യിൽ മെറ്റീരിയൽ ഇല്ല, എങ്ങനെയാണ് പഠിക്കേണ്ടതെന്ന് അറിയില്ല, ആരെങ്കിലും ഒരാൾ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നാൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് പഠിക്കാൻ പറ്റും, അങ്ങനെയാണ് നിങ്ങൾക്ക് തോന്നുന്നെങ്കിൽ ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിന് ജോയിൻ ചെയ്യാം. കോഴ്സ് ഇപ്പോഴും അവൈലബിൾ ആണ്. നിങ്ങളുടെ എക്സാം വരെയും കോഴ്സിലെ എല്ലാ കണ്ടൻസും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ചും എത്ര തവണയും നിങ്ങൾക്ക് കണ്ടു പഠിക്കാനും അതുപോലെ തന്നെ നിങ്ങൾക്ക് എക്സാമിൻ്റെ പ്രിപ്പറേഷന് വേണ്ടിയിട്ടുള്ള എല്ലാ സപ്പോർട്ടും, അതായത് നിങ്ങൾക്ക് എന്ത് ഡൗട്ട് സബ്ജക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള നഴ്സിംഗ് സബ്ജക്ട്സ് ബേസ്ഡ് ആയിട്ടുള്ള ഏത് ടോപ്പിക്കിലുള്ള ഡൗട്ടും നിങ്ങൾക്ക് ഞങ്ങളോട് ചോദിക്കാവുന്നതാണ്. അത് നിങ്ങൾക്ക് മനസ്സിലാകുന്ന വരെയും അത് ക്ലിയർ ആയിട്ട് പറഞ്ഞു തരുന്നതായിരിക്കും. അതുപോലെ തന്നെ എക്സാം അടുപ്പിച്ച് നിങ്ങൾക്ക് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ നമ്മൾ ഇപ്പോഴേ സ്റ്റാർട്ട് ചെയ്യുകയാണ്. ഇത് കൂടാതെ ഫൈനൽ ടിപ്സും ട്രിക്സും ഒക്കെ ഫൈനൽ എക്സാമിന് അടുപ്പിച്ച് പറഞ്ഞു തരും. അതുകൂടാതെ നിങ്ങളുടെ മാർക്കിൽ പെർസെൻറ്റേജ് ഓഫ് മാർക്സിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള റോൾ വഹിക്കുന്നത് MCQ ആണ്. ആ MCQ നിങ്ങൾക്ക് നേടിയെടുക്കാൻ വേണ്ടിയിട്ട് സക്സസ്ഫുള്ളി റൈറ്റ് ആൻസർ സെലക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്ഫുൾ ആകുന്ന MCQ പ്രാക്ടീസ് ടെസ്റ്റുകളും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ എക്സാമിന് നിങ്ങൾക്ക് വേണ്ടതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് മലയാളത്തിൽ എക്സ്പ്ലെയിൻ ചെയ്ത ക്ലാസ്സും ഷോർട്ട് നോട്ട്സും ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ ക്ലാസ്സസും MCQസും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർ നമ്മുടെ ഓഫീസ് നമ്പർ ആയിട്ടുള്ള ഈ നമ്പറിൽ 8891127927 എന്നുള്ള നമ്പറിൽ കോൺടാക്ട് ചെയ്യുക, വാട്സപ്പ് ചെയ്യാം. അങ്ങനെ നിങ്ങൾക്ക് കോഴ്സിന് ജോയിൻ ചെയ്യാം. വളരെ ചെറിയ ഫീസിൽ വളരെ വലിയൊരു ബെനിഫിറ്റാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഈ ഒരു അവസരം നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക. എത്രയും പെട്ടെന്ന് ജോയിൻ ചെയ്താൽ അത്രയും സമയം കൂടുതൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ കൂടുതൽ എക്സ്പ്ലനേഷനോട്ട് പോകുന്നില്ല. ഇനി മറ്റൊരു കാര്യം കൂടി പറയാനുള്ളത്, ഈ ക്ലാസ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്നെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ കൂടെ പഠിക്കുന്ന കുട്ടികൾക്കെല്ലാം ഈ ഫ്രീ ക്ലാസ്സസ് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും വേണം. കാരണം നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആകുന്നത് പോലെ തന്നെ മറ്റുള്ള കുട്ടികൾക്കും അത് യൂസ്ഫുൾ ആകട്ടെ. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ഇത് കമൻറ്റിൽ മെൻഷൻ ചെയ്യാനും മറന്നു പോകരുത്. നമ്മൾ ഡയറക്റ്റ്ലി ടോപ്പിക്കിലോട്ട് പോകുകയാണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ 2024 ഒക്ടോബറിൽ നടന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഇത് കേരള യൂണിവേഴ്സിറ്റിയിൽ നടന്ന ക്വസ്റ്റ്യൻ പേപ്പർ, എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആണെങ്കിലും നിങ്ങളെല്ലാവരും ഇന്ത്യയിലുള്ള ഏത് യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും നിങ്ങൾ പഠിക്കുന്നത് സെയിം സിലബസ് ആണ്, സെയിം കണ്ടന്റ് ആണ്, സെയിം എക്സാം പാറ്റേൺ ആണ് നിങ്ങൾ എക്സാമിന് എഴുതാൻ പോകുന്നത്. സോ ഇറ്റ് ഈസ് യൂസ്ഫുൾ ഫോർ all university students, those who are studying for second semester in any university in India. ഓക്കെ, അവർ എല്ലാവർക്കും നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇതിൽ പറയുന്ന ഓരോ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരകരമാകും. ഓക്കെ, ഇവിടെ നോക്കുക, നിങ്ങളുടെ എക്സാം എന്ന് പറയുന്നത് ആദ്യത്തെ ദിവസം ബയോകെമിസ്ട്രി ന്യൂട്രീഷൻ ആണ് വരുന്നത്. അതിൽ ബയോകെമിസ്ട്രിയിൽ 25 മാർക്കും ന്യൂട്രീഷൻ ആൻഡ് ഡയറ്ററ്റിക്സ് എന്നുള്ള ടോപ്പിക്സിൽ നിന്ന് 50 മാർക്കിലാണ് ക്വസ്റ്റ്യൻ വരുന്നത്. ഇതിൽ 25 മാർക്കിന് ബയോകെമിസ്ട്രി എന്ന് പറയുമ്പോൾ അവിടെ നിങ്ങൾക്ക് ആദ്യത്തെ പാർട്ട് വരുന്നത് MCQ ആണ്. ടോട്ടലി ബയോകെമിസ്ട്രിയിൽ നിന്ന് 4 MCQ ആണ് ചോദിക്കുന്നത്. കുട്ടികൾക്ക് എപ്പോഴും നഷ്ടമാകുന്ന അല്ലെങ്കിൽ കിട്ടാതെ അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു ടോപ്പിക്കാണ് ബയോകെമിസ്ട്രി. അതിപ്പോൾ MCQ ആയാലും മറ്റ് 5 മാർക്കിൻ്റെതായാലും എല്ലാം കുട്ടികൾക്ക് മാർക്ക് സ്കോർ ചെയ്യാൻ ഇത്തിരി ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു ഏരിയയാണ് ബയോകെമിസ്ട്രി എന്ന് പറയുന്നത്. കാരണം മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ നിങ്ങൾ പേടിക്കേണ്ട, നമ്മുടെ കോഴ്സിനുള്ള കുട്ടികൾക്കെല്ലാം അത് സിമ്പിളായിട്ട് ഞാനത് എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവരത്രയും സിമ്പിളായിട്ട് തന്നെയാണ് ടോപ്പിക്കുകളെല്ലാം പഠിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഒരു എക്സ്പ്ലനേഷൻ കുറവുള്ളത് കൊണ്ടാണ് നിങ്ങൾക്കത് ടഫായിട്ട് തോന്നുന്നത്. ഇവിടെ നോക്കുക,
മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യനിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ കൃത്യമായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട്, നിങ്ങളുടെ റൈറ്റിംഗ് ഷീറ്റിൽ 3-ാമത്തെ പേജിൽ തന്നെയായിരിക്കണം MCQൻ്റെ ആൻസർ എഴുതേണ്ടത്. അതായത് നിങ്ങളുടെ ബുക്ക്ലെറ്റിൽ, ആൻസർ ബുക്ക്ലെറ്റിൽ എവിടെയെങ്കിലും നിങ്ങൾ ഈ ആൻസർ എഴുതി വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ആൻസർ ശരിയാണെങ്കിലും മാർക്ക് കിട്ടത്തില്ല. പകരം നിങ്ങളുടെ ബുക്ക്ലെറ്റിൽ 3-ാമത്തെ പേജിൽ തന്നെ എഴുതണം. അത് കേരള യൂണിവേഴ്സിറ്റിയിലാണ്, എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഈ 3-ാമത്തെ പേജ് ആയിരിക്കണമെന്നില്ല. ക്വസ്റ്റ്യൻ നമ്പർ അലോട്ട് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ ബുക്ക്ലെറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ തന്നെ എഴുതാം. അല്ല എങ്കിൽ എവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ ഇട്ട് ആ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ട് നിങ്ങൾക്ക് എഴുതാവുന്നതാണ്. ഇവിടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നമുക്ക് വായിക്കാം. അപ്പം ഞാൻ ഒന്നുകൂടെ അത് പറയുകയാണ്. ഈ ഒരു ക്വസ്റ്റ്യന് മാത്രമല്ല നിങ്ങൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്, ഈ ടോപ്പിക്കിനാണ്. ഇവിടെ ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചാലും ഈ ടോപ്പിക് എന്താണോ അത് അത്രയും നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ദ നോർമൽ ഗ്ലൂക്കോസ് ടോളറൻസ് കർവ് റീച്ചസ് പീക്ക് ഈസ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്ക് ഇതെന്താണ്? ആക്ച്വലി കൃത്യമായിട്ട് ഇതിനകത്ത് ആ ടോപ്പിക്ക് മെൻഷൻ ചെയ്തിട്ടില്ല. നമുക്ക് ഇത് ഏത് ടോപ്പിക്കാണെന്ന് മനസ്സിലാകുന്നുണ്ടോ നിങ്ങൾക്കത്? ഇത് GTT ആണ്, അതായത് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. ആർക്കാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നത്? ഡയബറ്റിക് ആണോ എന്ന് സംശയം തോന്നുന്ന പേഷ്യൻസിന്, അല്ലെങ്കിൽ ഡയബറ്റിക് ആയിട്ടുള്ള പേഷ്യൻസിനാണ് നമ്മൾ GTT ചെയ്യുന്നത്, ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. അപ്പോൾ എങ്ങനെയാണ് അത് ചെയ്യുന്നത് നിങ്ങൾക്കറിയാം. അതിൽ പല തവണ നമ്മൾ ആ സാമ്പിൾ, പേഷ്യൻ്റെ സാമ്പിള്, ബ്ലഡ് സാമ്പിൾ കളക്ട് ചെയ്ത് ഷുഗറിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ പലതവണ ഈ സാമ്പിളിൽ ഗ്ലൂക്കോസിൻ്റെ ലെവൽ ചെക്ക് ചെയ്യുമെങ്കിലും അതിൽ ഏറ്റവും പീക്ക് ലെവൽ, പീക്ക് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവൽ എപ്പോഴാണ് ഉണ്ടാകുന്നത് എന്നാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. ഇതിൻ്റെ ആൻസർ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ആ കർവ് അറിയാതിരിക്കണം. അതായത് എങ്ങനെയാണ് ഈ ടെസ്റ്റ് ചെയ്യുന്നത്. ഓൾറെഡി GTTയുടെ ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഇതുവരെയും അത് പഠിച്ചിട്ടില്ലാത്തവർ ജസ്റ്റ് നമ്മുടെ വീഡിയോ സെഷനിൽ പോകുക, GTT അല്ലെങ്കിൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് എന്ന് അടിച്ച് സെർച്ച് ചെയ്ത് നോക്കുക, ആ ക്ലാസ് കാണുക. നിങ്ങൾക്ക് അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, ഈവൻ 5 മാർക്കിനോ ഇനി 10 മാർക്കിന് ചോദിച്ചാലും നിങ്ങൾക്ക് അവിടെ ആൻസർ ചെയ്യാനുള്ള കണ്ടന്റ് ഫുള്ളായിട്ട് അവിടെ പറയുന്നുണ്ട്. ഇവിടെ കറക്റ്റ് ആൻസർ ഏതാണ്? ഓപ്ഷൻ A 15 മിനിറ്റ്സ് ആണോ? ഓപ്ഷൻ B 1 hour ആണോ? ഓപ്ഷൻ C 2 hours ആണോ? ഓപ്ഷൻ D 2.5 hours ആണ്. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ B 1 hour ആണ്. കാരണം നിങ്ങൾക്ക് ആ ടെസ്റ്റ് അറിയായിരിക്കണം. ഇത് ഞാൻ നമ്മുടെ സത്യനാരായണ സാറിൻ്റെ ടെക്സ്റ്റ് ബുക്കാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്, ഡയബറ്റീസ് ഡയഗ്നോസിസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യുന്നത്. അത് പല രീതിയിൽ ചെയ്യാം, ഇഞ്ചക്ഷനായിട്ടും IV ആയിട്ടൊക്കെ കൊടുക്കാറുണ്ട്. എന്നാൽ അതിൽ ഏറ്റവും പ്രാധാന്യം, മോസ്റ്റ് കോമൺലി യൂസ്ഫുൾ ആയിട്ടുള്ളത് ഓറൽ ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റാണ്. അതായത് ഈ ഒരു ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ചെയ്യണമെങ്കിൽ പേഷ്യൻ്റ് എന്ത് ചെയ്യണം? 2 ദിവസത്തേക്ക് ആൻറ്റി മെറ്റബോളിക്, അതായത് നമ്മുടെ കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഡ്രഗ്സ് ഏതെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സ്റ്റോപ്പ് ചെയ്തിരിക്കണം. സ്റ്റേണസ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും ചെയ്തിരിക്കാൻ പാടില്ല. പ്രീവിയസ് ടെസ്റ്റിൻ്റെ 8 മിനിറ്റ് നൈറ്റിൽ അവിടെ ഫാസ്റ്റിംഗ് സ്റ്റേറ്റ്, ഓവർനൈറ്റ് ഫാസ്റ്റിംഗ്, മിനിമം ഒരു 10 hours ഫാസ്റ്റിംഗ് സ്റ്റേറ്റ് ഉണ്ടായിരിക്കണം. അങ്ങനെയുള്ള ഒരു വ്യക്തിക്കാണ് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഒരു പോസ് ചെയ്തിട്ട് ഈ ഭാഗം ഒന്ന് വായിക്കാം, ഡീറ്റെയിൽ ആയിട്ടുള്ള നോട്ട് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഈ ക്ലാസ് എടുത്തിട്ടുള്ളത് കൊണ്ടാണ് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകുന്നത്. ഡയഗ്നോസിസ്, ഡയബറ്റീസ് ഉണ്ടോ ഇല്ലയോ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഗ്ലൂക്കോസ് ലെവൽ എങ്ങനെയാണ്, ഗ്ലൂക്കോസ് ടോളറൻസ് എങ്ങനെയാണ് എന്നറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യുന്നു. ഇതിൻ്റെ പ്രിപ്പറേഷൻ എന്നുള്ള രീതിയിൽ ചിലപ്പോൾ 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിക്കാവുന്നതാണ്. ഇതിൻ്റെ പ്രിപ്പറേഷൻ മാത്രമായിട്ട് കാർബോഹൈഡ്രേറ്റ് മെറ്റബോളിസത്തിന് ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ആൻറ്റി ഡയബറ്റിക് മെഡിസിൻസ് ഡിസ്കണ്ടിന്യൂ ചെയ്തിരിക്കണം വിത്തിൻ അറ്റ്ലീസ്റ്റ് 2 days. പിന്നെ സ്റ്റേണസ് ആയിട്ടുള്ള എക്സസൈസ് ഒന്നും പ്രീവിയസ് ഡേയിൽ ചെയ്തിട്ടുണ്ടാകരുത്. ഫാസ്റ്റിംഗ് 10 hours ഫാസ്റ്റിംഗ് അവിടെ ഉണ്ടായിരിക്കണം. ഒപ്പം തന്നെ പേഷ്യൻ്റ് സ്മോക്കിംഗ് ഹാബിറ്റ്സ് ഉണ്ടെങ്കിൽ അതൊക്കെ അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് ഉണ്ടായിരിക്കണം. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ GTT ചെയ്യുന്നത്? പേഷ്യൻ്റ് ആദ്യം ഫാസ്റ്റിങ്ങിൽ വരുന്നു. മോർണിംഗ് ഏകദേശം ഒരു 9 to 11 ആ ഒരു സമയത്താണ് ഐഡിയൽ ടൈം എന്ന് പറയുന്നത്. ആ സമയത്ത് നമ്മൾ പേഷ്യൻ്റെ ഫാസ്റ്റിംഗ് സാമ്പിൾ കളക്ട് ചെയ്യണം. അതിൻ്റെ ഷുഗർ ചെക്ക് ചെയ്യുന്നു. ഫാസ്റ്റിംഗ് സാമ്പിൾ എന്ന് പറയുമ്പോൾ ബ്ലഡ് സാമ്പിളും യൂറിൻ സാമ്പിളും നമ്മളവിടെ കളക്ട് ചെയ്യും. അതിനുശേഷം ആ ഫാസ്റ്റിംഗ് സാമ്പിൾ ഒരു തവണ കളക്ട് ചെയ്തിട്ട് 75 gram ഗ്ലൂക്കോസ് നമ്മൾ ഓറലി പേഷ്യൻറ്റിനോട് ഡ്രിങ്ക് ചെയ്യാൻ പറയുന്നു. അതായത് 300 ml മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കൊണ്ട് അത് കുടിക്കാൻ പറയുക. അതിനുശേഷം ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും പേഷ്യൻ്റെ സാമ്പിൾ, ബ്ലഡ് സാമ്പിൾ നമ്മളവിടെ വീണ്ടും റിപ്പീറ്റ് ചെയ്ത് കളക്ട് ചെയ്യുന്നു. അതായത് ബ്ലഡ് സാമ്പിളും കളക്ട് ചെയ്യാം, ഒപ്പം യൂറിൻ സാമ്പിളും കളക്ട് ചെയ്യാം. ഓരോ അരമണിക്കൂർ കഴിയുമ്പോഴും സാമ്പിൾ അവിടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യുന്നു. അതിലെ വാല്യൂസ് നമ്മളവിടെ മെൻഷൻ ചെയ്യുന്നു ഗ്രാഫിൽ. ഇത് ഫാസ്റ്റിംഗ് സാമ്പിളാണ്,
ഇവിടെ അടുത്ത ആ ഒരു ഗ്ലൂക്കോസ് കുടിച്ച് കഴിഞ്ഞ് അരമണിക്കൂർ കഴിഞ്ഞ് അടുത്ത് വീണ്ടും 1 മണിക്കൂർ കഴിഞ്ഞ് വീണ്ടും 1.5 മണിക്കൂർ കഴിഞ്ഞ് 2 മണിക്കൂർ കഴിഞ്ഞ് അങ്ങനെ നമ്മൾ ഒരു 5 സാമ്പിൾ കളക്ട് ചെയ്ത് അവിടെ വാല്യൂ ഗ്രാഫിൽ മെൻഷൻ ചെയ്യുന്നു. നോർമൽ ബ്ലഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ഉള്ള ഒരു വ്യക്തിയാണെങ്കിൽ ഏകദേശം കർവ് ഇങ്ങനെയാണ് വരുന്നത്. ഇവിടെ കൂടി വരും. ഫാസ്റ്റിംഗ് ആണെങ്കിൽ അത് നോർമൽ ലെവൽ ആയിരിക്കും. എന്നാൽ ഷുഗർ കുടിച്ചു കഴിയുമ്പോൾ അത് അരമണിക്കൂർ കഴിയുമ്പോൾ പീക്ക് ലെവലിലെത്തും. അത് കഴിഞ്ഞാൽ പിന്നെ ഗ്രാജുവലി കുറയാൻ തുടങ്ങും. കുറഞ്ഞ് വീണ്ടും 2 മണിക്കൂറിനുള്ളിൽ വെച്ച് അത് നോർമൽ ലെവലിലോട്ട് എത്തിച്ചേരും. എന്നാൽ ഡയബറ്റീസ് ആയിട്ടില്ല, ഇംപേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ് ആണെങ്കിൽ കുറച്ചുകൂടി ഹൈ ആയിരിക്കും. ഫാസ്റ്റിങ്ങും ഹൈ ആയിരിക്കും, നമ്മുടെ ഓറൽ ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷമുള്ള ലെവലും ഹൈ ആയിരിക്കും. വീണ്ടും ഗ്രാജുവലി മാത്രമേ അവർ കുറയുന്നുള്ളൂ. പക്ഷെ അതൊരിക്കലും നോർമൽ ലെവലിലോട്ട് എത്തുന്നും ഇല്ല. സ്റ്റിൽ ഇറ്റ് ഈസ് നോട്ട് ഡയബറ്റിക്. എന്നാൽ ഡയബറ്റിക് പേഷ്യൻ്റ് ആണെങ്കിൽ അവിടെ കുറേ കൂടെ കൂടുതലായിരിക്കും ഫാസ്റ്റിംഗ് ലെവൽ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഷുഗർ കുടിച്ചു കഴിയുമ്പോൾ അത് വളരെയധികം പീക്ക് ലെവലിലോട്ട് പോകും. അരമണിക്കൂറിനുള്ളിൽ തന്നെ വീണ്ടും അത് ഗ്രാജുവലി കുറയുന്നു. പക്ഷേ അതൊരിക്കലും നോർമൽ ലെവലിലോട്ട് എത്തിച്ചേരുന്നില്ല. ഇങ്ങനെ നമ്മൾ ഗ്രാഫിൽ പ്ലോട്ട് ചെയ്യുന്നു. ഈ ഗ്രാഫ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇനി ഇത് അനാലിസിസ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഇതിൽ പീക്ക് ലെവൽ ഹയസ്റ്റ് ഗ്ലൂക്കോസ് ടോളറൻസ് ലെവൽ അവിടെ ഷുഗർ ലെവൽ വരുന്നത് എപ്പോഴാണ്? അവിടെ നമ്മുടെ ഓപ്ഷൻസ് ഉണ്ടായിരുന്നതിൽ കറക്റ്റ് ഓപ്ഷൻ 15 മിനിറ്റ്സിൽ ഒരിക്കലും ഹയസ്റ്റ് വരത്തില്ല. വിത്തിൻ 1 അവർ, ആക്ച്വലി ഹാഫ് ആൻ അവർ ടു 1 അവറിലാണ് അവിടെ പീക്ക് ലെവല് ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ആൻസർ എന്തെന്നെടുത്തു, ഓപ്ഷൻ ബി 1 അവറിലാണ് ആ കർവ് പീക്ക് ലെവലിൽ എത്തിച്ചേരുന്നത്. ഓക്കെ, ഇനി ഈ ഒരു ഗ്രാഫ് ഉപയോഗിച്ച് നമുക്ക് അവിടെ ഇന്റർപ്രറ്റ് ചെയ്യാം. വെദർ പേഷ്യൻ്റ് ഈസ് ഡയബറ്റിക്, വെദർ പേഷ്യൻ്റ് ഈസ് ഇംപേർഡ് ഗ്ലൂക്കോസ് ടോളറൻസ്, വെദർ പേഷ്യൻ്റ് ഈസ് നോൺ ഡയബറ്റിക്. ഫാസ്റ്റിംഗ് പ്ലാസ്മ ഗ്ലൂക്കോസ് ലെവൽ 75 to 110 ആണെങ്കിൽ അത് നോർമലാണ്. അത് കഴിഞ്ഞ് ഗ്ലൂക്കോസ് കുടിച്ചതിന് ശേഷം ഗ്ലൂക്കോസ് ഓറൽ ഗ്ലൂക്കോസ് ലോഡിന് ശേഷം ഇത് 140 വരെ റീച്ച് ആകും. പിന്നെ അത് തിരിച്ച് വീണ്ടും നോർമൽ ലെവലിലോട്ട് 2 മണിക്കൂറിനുള്ളിൽ നോർമലിലോട്ട് എത്തുന്നുണ്ടെങ്കിൽ അത് നോർമൽ, ആ പേഷ്യൻ്റ് നോൺ ഡയബറ്റിക് ആണ്, ഡയബറ്റിക് അല്ല എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. എന്നാൽ യൂറിൻ സാമ്പിൾ ഒപ്പം നമ്മൾ ഇതേ എല്ലാ സമയവും നമ്മൾ ടെസ്റ്റ് ചെയ്യും. പക്ഷെ അവിടെ ഒരു സമയത്തും യൂറിനിൽ ഗ്ലൂക്കോസ് ഡിറ്റക്റ്റ് ചെയ്യുന്നില്ല. അങ്ങനെയാണെങ്കിൽ പേഷ്യൻ്റ് ഈസ് നോൺ ഡയബറ്റിക്, ഡയബറ്റിക് അല്ല. ഇനി ഇംപേർഡ് ആണെങ്കിലോ അവിടെ വാല്യൂ വ്യത്യാസം വരുന്നുണ്ട്. നമ്മുടെ ഈ ഗ്രാഫിൽ കണ്ടതുപോലെ നമ്മൾ ഫാസ്റ്റിംഗ് തന്നെ വളരെ കൂടുതലായിരിക്കും, 110നേക്കാൾ കൂടുതലായിരിക്കും. അവിടെ ഗ്ലൂക്കോസ് ലോഡ് കഴിഞ്ഞതിന് ശേഷം വീണ്ടും പീക്ക് ലെവലിലോട്ട് പോകുന്നു. പക്ഷെ ഒരിക്കലും അത് നോർമലിലോട്ട് എത്തുന്നില്ല. ഡയബറ്റിക് ആണെങ്കിലോ അത് കുറേ കൂടെ കൂടുതലായിരിക്കും. ഫാസ്റ്റിംഗ് എന്ന് പറയുന്നത് വീണ്ടും അവിടെ കൂടി വരുന്നു. അപ്പോൾ ഇതാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ്. കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് 5 മാർക്കിന് പലതവണ റിപ്പീറ്റഡ് ആയിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അത് കണക്കാക്കി തന്നെ പഠിക്കുക. 5 മാർക്കിനുള്ളത് 5 മാർക്കിന് കണക്കാക്കി പഠിച്ചാൽ നിങ്ങൾക്ക് 1 മാർക്കിനോ 2 മാർക്കിനോ ഒക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് അവിടെ എഴുതാൻ പറ്റും. ഇനി നമുക്ക് ടോട്ടലി 4 ക്വസ്റ്റ്യൻസ് ആണ് MCQനകത്തുള്ളത്. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. വിച്ച് ബോണ്ട് ഈസ് പ്രസന്റ് ഇൻ ദ പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ? വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് പ്രോട്ടീൻ. ന്യൂട്രിയൻസിനെ കുറിച്ച് എല്ലാം നമ്മൾ ന്യൂട്രീഷനിലും പഠിക്കുന്നുണ്ട്, ബയോകെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട് ഇതിൻ്റെ സ്ട്രക്ചർ അല്ലേ. അപ്പോൾ ഇവിടെ അതിൻ്റെ കൂടുതൽ കെമിക്കൽ സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കുന്നത് ബയോകെമിസ്ട്രിയിലാണ്. അപ്പോൾ പ്രോട്ടീൻ തന്നെ പല ടൈപ്പ് ഉണ്ട്. പ്രൈമറി ഉണ്ട്, സെക്കൻഡറി ഉണ്ട്, ടെർഷറി ഉണ്ട്, ക്വാട്ടർണറി ഉണ്ട്, പല ടൈപ്പ് ഉണ്ട്. അതിൽ പ്രൈമറി സ്ട്രക്ചറായിട്ടുള്ള പ്രോട്ടീൻ എങ്ങനെ, അതിൽ ഏത് തരം ബോണ്ടാണ് കാണുന്നത്? എസ്റ്റർ ബോണ്ടാണോ, ഹൈഡ്രജൻ ബോണ്ടാണോ, അയോണിക് ബോണ്ടാണോ, പെപ്റ്റൈഡ് ബോണ്ടാണോ? കറക്റ്റ് ഓപ്ഷൻ ഓപ്ഷൻ ഡി, പെപ്റ്റൈഡ് ബോണ്ട്. അതായത് പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്നറിയപ്പെടുന്നത് എന്താണ്? അമിനോ ആസിഡാണ്. അങ്ങനെ ഒരു അമിനോ ആസിഡ് അടുത്തൊരു അമിനോ ആസിഡ് വരെ ചേരുന്നു, ആ അമിനോ ആസിഡ് അടുത്തൊരു അമിനോ ആസിഡ് വരെ ചേരുന്നു, അത് വീണ്ടും വേറൊരു അമിനോ ആസിഡ് വരെ ചേരുന്നു. ഇങ്ങനെ അമിനോ ആസിഡുകൾ പരസ്പരം എങ്ങനെയാണ്, എന്ത് ബോണ്ടിലാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്? ഇറ്റ് ഈസ് കണക്റ്റഡ് വിത്ത് പെപ്റ്റൈഡ് ബോണ്ട്. പെപ്റ്റൈഡ്, പോളിപെപ്റ്റൈഡ് ബോണ്ട്. അതായത് മൾട്ടിപ്പിൾ എന്ന് പറയുന്നതിന് പകരമാണ് പോളി എന്ന് പറയുന്നത്. പോളി പെപ്റ്റൈഡ് ബോണ്ടുകളാണ് പ്രോട്ടീനിൽ അമിനോ ആസിഡ്സുകളെ പരസ്പരം അറ്റാച്ച് ചെയ്യിപ്പിക്കുന്നത്. നമുക്കിവിടെ ഈ ഒരു ക്വസ്റ്റ്യൻ അനുബന്ധമായിട്ട് പ്രോട്ടീൻ്റെ ക്ലാസിഫിക്കേഷൻ അല്ലെങ്കിൽ അതിൻ്റെ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് നോക്കാം. പ്രധാനമായിട്ട് പ്രോട്ടീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് എന്ന് പറയുന്നത് അമിനോ ആസിഡാണ്. ഇത് പല ലെവലിൽ
പല സ്ട്രക്ചറിൽ കാണപ്പെടുന്നത്. ഇവിടെ നോക്കൂ, ഈ പിക്ചറിൽ ഇതാണ് പ്രൈമറി സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ. ഇത് സെക്കൻഡറി, കുറച്ചുകൂടെ ചുറ്റ് വരുന്നതാണ് സെക്കൻഡറി. കുറച്ചുകൂടെ ഒന്ന് കർവ്ഡ് ആയിട്ട് വരുന്നത് ടെർഷ്യറി. വളരെയധികം ട്വിസ്റ്റഡ് ആയിട്ട് വരുന്നത് ക്വാട്ടർണറി എന്ന് പറയുന്നത്. ഇങ്ങനെ 4 സ്ട്രക്ചറിൽ വരുന്നുണ്ട്. ഇതിൽ അവയുടെ പ്രത്യേകത കൂടെ ഒന്ന് നോക്കാം. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ലീനിയർ സീക്വൻസ് ആണ്. അമിനോ ആസിഡ്സ് നീളത്തിൽ സ്ട്രെയിറ്റ് ആയിട്ടാണ് കാണുന്നത്. ഇതിനെ എന്താ പറയുന്നത്? പ്രോട്ടീൻ്റെ ബാക്ക് ബോൺ എന്നാണ് പറയുന്നത് അമിനോ ആസിഡ്സിനെ. ഇത് കണക്റ്റഡ് ആയിട്ടുള്ളത് എന്ത് വെച്ചിട്ടാണ്? പോളി പെപ്റ്റൈഡ്, മൾട്ടിപ്പിൾ പെപ്റ്റൈഡ് ബോണ്ടുകൾ വച്ചിട്ടാണ്. എന്നാൽ സെക്കൻഡറി സ്ട്രക്ചർ ആണെങ്കിലോ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് പ്രോട്ടീൻ ട്വിസ്റ്റഡ് ആയിട്ടാണ് കാണപ്പെടുന്നത്. ഇവിടെയും ഇതും പോളി പെപ്റ്റൈഡ് ചെയിൻ തന്നെയാണ്. നെക്സ്റ്റ് ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഇവിടെ 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ആണ്. അതൊരു ഫങ്ഷണൽ പ്രോട്ടീൻ ആണ്. അടുത്തത് ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ അതിൽ 2, 3 അല്ലെങ്കിൽ 2ൽ കൂടുതലോ പ്രോട്ടീൻ സ്ട്രക്ചേഴ്സ് അവിടെ ഒരുമിച്ച് ചേർന്ന് വരുന്നുണ്ട്. അപ്പോൾ ഇതെങ്ങനെയാണ് ഫോം ചെയ്തിരിക്കുന്നത്, എങ്ങനെയാണ് അടുത്ത പെപ്റ്റൈഡ് ബോണ്ട് ഫോം ചെയ്തിരിക്കുന്നത്, അതും ഇവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട്. ഫോർമേഷൻ ഓഫ് പെപ്റ്റൈഡ് ബോണ്ട് വെൻ ദ അമിനോ ഗ്രൂപ്പ് of amino acid combine with carboxyl group of another amino acid. ഒരു അമിനോ ആസിഡ് എന്ന് പറയുമ്പോൾ അതിലൊരു അമിനോ ഗ്രൂപ്പും ഉണ്ടാകും, ഒരു കാർബോക്സിൽ ഗ്രൂപ്പും ഉണ്ടാകും അല്ലേ? ഒരു അമിനോ ഗ്രൂപ്പും കാർബോക്സിൽ ഗ്രൂപ്പും. ഒരു അമിനോ ആസിഡിൻ്റെ അമിനോ ഗ്രൂപ്പ് ഇവിടെ ആയിരിക്കും, കാർബോക്സിൽ ഗ്രൂപ്പ് ഇവിടെ ആയിരിക്കും. അടുത്തൊരു അമിനോ ആസിഡ് ഇവിടെ വരുമ്പോൾ ഇവിടുത്തെ അമിനോ ഗ്രൂപ്പും ഇവിടുത്തെ അമിനോ ആസിഡിൻ്റെ കാർബോക്സിൽ ഗ്രൂപ്പും തമ്മിൽ പരസ്പരം കണക്ട് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നത്. എങ്ങനെയാണ് പെപ്റ്റൈഡ് ബോണ്ട് ഉണ്ടാകുന്നത്? വെൻ ദ അമിനോ ഗ്രൂപ്പ് ഓഫ് അമിനോ ആസിഡ് കമ്പൈൻസ് വിത്ത് കാർബോക്സിൽ ഗ്രൂപ്പ് ഓഫ് അനദർ അമിനോ ആസിഡ്, എ പെപ്റ്റൈഡ് ബോണ്ട് ഈസ് ഫോംഡ്. അപ്പോൾ അവിടെ 2 ചേരുകയാണെങ്കിൽ, 2 അമിനോ ആസിഡ്സ് ഒരുമിച്ച് ചേരുകയാണെങ്കിൽ ഒരു പെപ്റ്റൈഡ് ബോണ്ട് അല്ല, ഡൈപെപ്റ്റൈഡ് ആയിരിക്കും അവിടെ ഉണ്ടാകുന്നത് അല്ലേ? അങ്ങനെ പല മൾട്ടിപ്പിൾ ആയിട്ടുള്ള പോളി പെപ്റ്റൈഡ് ബോണ്ടുകളാണ് അതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എസ്ഐക്കൊക്കെ ചോദിക്കുന്ന ഒരു ചാപ്റ്ററാണ് പ്രോട്ടീൻ. അതത്രയും ഫോക്കസ് ചെയ്ത് തന്നെ പഠിക്കാം. നെക്സ്റ്റ് തേർഡ് ക്വസ്റ്റ്യൻ. നിങ്ങൾ തന്നെ ഓരോ ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. കാരണം നിങ്ങളതൊക്കെ പഠിച്ചിട്ടുണ്ടാവും. നമ്മുടെ കോഴ്സിലുള്ള കുട്ടികൾക്ക് ഇതെല്ലാം ഞാൻ ഓൾറെഡി പഠിപ്പിച്ചിട്ടുണ്ട്, നിങ്ങളതെല്ലാം പഠിച്ചിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ കോഴ്സിലുള്ള കുട്ടികളാണ് ഇത് കാണുന്നതെങ്കിൽ നിങ്ങൾ തന്നെ സ്വയം ഇപ്പോൾ തന്നെ ഞാൻ ആൻസർ പറയുന്നതിന് മുന്നേ തന്നെ ഇതിൻ്റെ ആൻസർ ഒന്ന് കമൻറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ, നിങ്ങളുടെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസാണ് ഞാനിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഡെഫിനറ്റ്ലി നിങ്ങളുടെ ക്ലാസ്സിലെ എക്സാംസിനും അതുപോലെ യൂണിവേഴ്സിറ്റി എക്സാംസിനും വൈവയ്ക്കും ഒക്കെ നിങ്ങൾക്ക് ഇത് യൂസ്ഫുൾ ആയിരിക്കും. തേർഡ് ക്വസ്റ്റ്യൻ, which of the following enzyme typically elevated in alcoholism? എൻസൈമോളജി, ബയോകെമിസ്ട്രിയിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് എൻസൈമോളജി. എന്താണ് എൻസൈമോളജി? സ്റ്റഡീസ്, എ ബ്രാഞ്ച് ഓഫ് സ്റ്റഡി അബൌട്ട് ഡിഫറെൻറ്റ് എൻസൈംസ്. എൻസൈംസിനെ കുറിച്ച് പഠിക്കുന്ന പഠനത്തിനാണ് എൻസൈമോളജി എന്ന് പറയുന്നത്. അവിടെ നമ്മൾ ആ ചാപ്റ്ററിൽ എന്താണ് എൻസൈം, എന്താണ് കോ എൻസൈം, ഏതൊക്കെ ടൈപ്പ് എൻസൈംസ് ഉണ്ട്, ഓരോ ടൈപ്പ് എൻസൈംസിൻ്റെ ഫങ്ഷൻ എന്താണ്, ഏതൊക്കെ ഡിസീസസിൽ ഏതൊക്കെ എൻസൈംസ് കൂടുന്നു, ഏതൊക്കെ ഡിസീസസിൽ ഏതൊക്കെ എൻസൈംസ് കുറയുന്നു, ഈ ഡീറ്റെയിൽസ് എല്ലാം പഠിച്ചിട്ടുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ആൽക്കഹോളിസം ഉള്ളൊരു പേഷ്യൻറ്റിൽ ഏത് എൻസൈമാണ് ഇൻക്രീസ് ആകുന്നത്? അത് ഓപ്ഷൻ എ സീറം ആൽക്കലൈൻ ഫോസ്ഫറ്റൈസ് ആണോ, ALP ആണോ, സീറം ഗ്ലൂട്ടാമിക് ഓക്സലോ അസറ്റിക് ട്രാൻസാമിനേസ് ആണോ, ദാറ്റ് ഈസ് SGOT, സീറം ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്ഫറേസ് ആണോ, GGT, അതോ സീറം ആസിഡ് ഫോസ്ഫറ്റൈസ് ആണോ, ACP. ഇതിലേതാണ് കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത്? ആൽക്കഹോളിസം, പല തരത്തിലുള്ള മയോകാർഡിയൽ ഇൻഫാക്ഷൻ അല്ലെങ്കിൽ റീനൽ പ്രോബ്ലംസ്, അങ്ങനെ ഓരോ ടൈപ്പ് ഡിസീസസിൽ, ജോണ്ടിസ്, ഓരോ ടൈപ്പ് ഡിസീസിൽ ഓരോ തരം എൻസൈംസിനാണ്. അതും ചിലത് കൂടും, ചിലത് നോർമലായിരിക്കും, ചിലത് ഡിക്രീസ് ചെയ്യും. അപ്പോൾ ഏതാണ് എന്ത് വ്യത്യാസമാകുന്നുണ്ട് എന്നുള്ളത് നോട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഏത് എൻസൈമും ഏത് ഡിസീസും എന്ത് വേരിയേഷനാണ് വരുന്നത് എന്നുള്ളത് നിങ്ങൾ കൃത്യമായിട്ട് പഠിച്ചിരിക്കണം. ഇവിടെ കറക്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ സി, സീറം ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്ഫറേസ് ആണ്. ആൽക്കഹോളിസമായുള്ള പേഷ്യൻസ് അല്ലെങ്കിൽ ആൽക്കഹോളിക് ആയിട്ടുള്ള പേഷ്യൻസിൻ്റെ ബ്ലഡിൽ ഏത് എൻസൈം കൂടും? ഗാമ ഗ്ലൂട്ടാമിൽ ട്രാൻസ്ഫറേസ്. നമുക്കതിന് കുറച്ചുകൂടെ നിങ്ങൾക്ക് പഠിക്കേണ്ട എല്ലാ കാര്യങ്ങളും ഞാൻ അത്യാവശ്യം ബേസിക് ആയിട്ട് എൻസൈമിൽ പഠിക്കേണ്ട കാര്യങ്ങളെല്ലാം പറയുന്നുണ്ട്. എൻസൈമിൽ ഫസ്റ്റ് തന്നെ നമ്മൾ എൻസൈം എന്താണെന്ന് പഠിക്കുന്നുണ്ട്, അതിൻ്റെ ടൈപ്സ് പഠിക്കുന്നുണ്ട്. ഈ ഒരു ചാർട്ട് മാത്രം നിങ്ങൾ നോക്കിയാലും എൻസൈമിൻ്റെ ടൈപ്പ് അറിയാൻ പറ്റും. പ്രധാനമായിട്ട് എൻസൈംസ് ഓക്സിഡോ റിഡക്റ്റേഴ്സ്,
എന്താണെന്ന് അറിഞ്ഞിരിക്കണം. രണ്ടാമത്തത് ട്രാൻസ്ഫറേസസ്, മൂന്നാമത് ഹൈഡ്രോലേസസ്, നാലാമത് ലയേസസ്, അഞ്ചാമത് ഐസോമെറേസസ്, ആറാമത് ലൈഗേസസ്. ഇങ്ങനെ മെയിനായിട്ട് 6 ടൈപ്പ് ഉണ്ട്. ഓക്സിഡോ റിഡക്ടേസസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് ഇതിനൊരു എക്സാമ്പിളാണ്. അതായത് ഇവിടെ നോക്കൂ, ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നു. ഇവിടെ ഒരു കോമ്പൗണ്ട് മറ്റൊരു കോമ്പൗണ്ടുമായിട്ട് ചേർന്ന് ഇതിൻ്റെ ഫങ്ഷണൽ ഗ്രൂപ്പിനെ, ആദ്യത്തെ കോമ്പൗണ്ടിൽ ഉണ്ടായിരുന്ന ഫങ്ഷണൽ ഗ്രൂപ്പിനെ രണ്ടാമത്തെ കോമ്പൗണ്ടിലോട്ട് നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് കൊടുക്കുന്നു. അങ്ങോട്ടും ഇങ്ങോട്ടും സംഭവിക്കാം, ഓക്സിഡേഷന് സംഭവിക്കാം, റിഡക്ഷന് സംഭവിക്കാം. ഇതിനെ സഹായിക്കുന്ന എൻസൈംസിനെയാണ് ഓക്സിഡോ റിഡക്ടേസസ് എന്ന് പറയും. അപ്പോൾ അതിനൊരു എക്സാമ്പിളാണ് ആൽക്കഹോൾ ഡീഹൈഡ്രോജനേസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ട്രാൻസ്ഫറേസസ് എന്ന് പറഞ്ഞാലും ഇതുപോലെ തന്നെയാണ്. ഹെക്സോകൈനേസ്, ട്രാൻസ്അമിനേസസ്, ട്രാൻസ്മീഥൈലേസസ്, ഫോസ്ഫോറിലേസ്, ഇതെല്ലാം ട്രാൻസ്ഫറേസസ് എന്നുള്ള എൻസൈമിൽ വരുന്നതാണ്. ഇതും ഇവിടെയും ഇങ്ങനെ തന്നെയാണ്. എന്ത് ചെയ്യുന്നു? ഗ്രൂപ്പ് ട്രാൻസ്ഫർ ചെയ്യാണ് ചെയ്യുന്നത്. ഇവിടെ ഒരു ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, ആ ഗ്രൂപ്പിനെ അടുത്ത കോമ്പൗണ്ടിലോട്ട് ട്രാൻസ്ഫർ ചെയ്യുന്നു. ഇതിനെയാണ് ട്രാൻസ്ഫറേസസ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ഹൈഡ്രോലേസസ്, ലിപ്പേസ് എന്നുള്ള എൻസൈം. നിങ്ങൾ ഓരോ ന്യൂട്രീഷൻ്റെ ബയോകെമിസ്ട്രിയുടെ ചാപ്റ്ററുകളിൽ മെറ്റബോളിസം പഠിച്ചപ്പോൾ അവിടെ പലതരത്തിലുള്ള എൻസൈംസ് കേട്ടിട്ടുണ്ട്. ഹൈഡ്രോലൈസസ് കേട്ടിട്ടുണ്ട്, ട്രാൻസ്ഫറേസസ് കേട്ടിട്ടുണ്ട്, ഓക്സിഡോ റിഡക്ടേഴ്സ് കേട്ടിട്ടുണ്ട്, അതുപോലെ ലയേസസ് കേട്ടിട്ടുണ്ട് അല്ലേ. അപ്പോൾ ഈ ലിപ്പേസ് എന്ന് പറയുന്നത് ഏതുതരം എൻസൈമാണ്? ഹൈഡ്രോലൈസ് എൻസൈമാണ്. ഹൈഡ്രോലൈസസ് എൻസൈമാണ്. എന്താണ് സംഭവിക്കുന്നത്? ഹൈഡ്രോലൈസസ് എൻസൈമിൻ്റെ സഹായത്തോടു കൂടി ഹൈഡ്രോലൈസിസ് സംഭവിക്കുന്നു. അതായത് ഒരു കോമ്പൗണ്ട് അതിൻ്റെ കൂടെ ഒരു വാട്ടർ മോളിക്യൂൾ ആഡ് ചെയ്ത് 2 കോമ്പൗണ്ടുകളായി മാറുന്നു. അങ്ങനെ ആ വാട്ടർ അവിടെ എന്ത് ചെയ്യുന്നു? ലൈസിസ് സംഭവിച്ച്, ഹൈഡ്രോലൈസിസ്, വാട്ടർ ബ്രേക്ക് ഡൗൺ സംഭവിച്ച് അതിൽ ഒന്ന് H ഒരു കോമ്പൗണ്ടിൽ ചേരുകയും OH മറ്റൊരു കോമ്പൗണ്ടിൽ ചേരുന്നു. ഇതിനെയാണ് ഹൈഡ്രോലൈസിസ് എന്ന് പറയുന്നത്. ഇതിനെ സഹായിക്കുന്ന എൻസൈമിനെ ഹൈഡ്രോലൈസസ് എന്ന് പറയുന്നു. നെക്സ്റ്റ് അടുത്തൊരു എൻസൈം ലയേസസ് ഉണ്ട്. അതിന് എക്സാമ്പിളാണ് ആൽഡോലേസ്. നമ്മൾ HMB പാത്വേ പഠിച്ചപ്പോൾ അവിടെ കേട്ടിട്ടുള്ള എൻസൈമാണ് ആൽഡോലേസ് എന്ന് പറയുന്നത് അല്ലേ. അതൊരു ലയേസസ് എൻസൈമാണ്. അതും ഇങ്ങനെ തന്നെയാണ്. അഡീഷനും എലിമിനേഷൻ എന്നുള്ള പ്രോസസ്സാണ് അവിടെ നടക്കുന്നത്. ഇതൊരു കോമ്പൗണ്ട്, അടുത്ത് വേറൊരു കോമ്പൗണ്ട്, ഇവ തമ്മിൽ ചേർന്ന് എന്ത് ചെയ്യുന്നു? മിക്സഡ് ആയിട്ടുള്ള 2 കോമ്പൗണ്ട് അവിടെ ഉണ്ടാകുന്നു. ലയേസസ് എന്ന് പറയുന്നത്. അതുപോലെ ഇന്റർ കൺവേർഷൻ, ഐസോമേഴ്സിന്റെ ഇന്റർ കൺവേർഷൻ, ഒരു കോമ്പൗണ്ട് മറ്റൊരു കോമ്പൗണ്ടായി മാറുന്നു, ആ കോമ്പൗണ്ട് തിരിച്ച് മറ്റൊരു കോമ്പൗണ്ടായിട്ട് മാറുന്നു. അതിനെ ഐസോമെറൈസസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അതിന് സഹായിക്കുന്ന എൻസൈമിനെ ഐസോമെറൈസസ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് അതുപോലെ തന്നെ ലൈഗേസസ് കോമൺ ആയിട്ട് കണ്ടൻസേഷന് സഹായിക്കുന്ന ഒരു എൻസൈമാണ് ലൈഗേസസ്. ഇങ്ങനെ പല ടൈപ്പ് എൻസൈംസ് നമ്മൾ എൻസൈമോളജിയിൽ പഠിക്കുന്നുണ്ട്. ഇവിടെ നോക്കൂ, ഈ ചാർട്ടിൽ ഇവിടെ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറേ എൻസൈംസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതായത് ഈ എൻസൈംസ് കൂടുന്നു എപ്പോൾ? ഈ ഡിസീസ് കണ്ടീഷനിൽ. അതായത് അമിലേസ് എന്നുള്ള എൻസൈം നമ്മുടെ ബ്ലഡിൽ കൂടുന്നത് എപ്പോഴാണ്? അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ് ഉള്ള പേഷ്യൻസിനാണ്. ഇത് ഒരു പ്രാവശ്യം 1 വേർഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിട്ടുള്ളതാണ്. ഇത് നിങ്ങൾ കാണാതെ തന്നെ പഠിക്കുക. മനസ്സിലാക്കി പഠിക്കാൻ പറ്റിയാൽ അങ്ങനെ പഠിക്കാം, ഇല്ലെങ്കിൽ കാണാതെ തന്നെ പഠിക്കുക. കാരണം ഇതൊക്കെ 1 വേർഡ് ക്വസ്റ്റ്യൻ അല്ലെങ്കിൽ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നതാണ്. അമിലേസ് ഈസ് ഇൻക്രീസ്ഡ് ഇൻ എ പേഷ്യൻസ് വിത്ത് അക്യൂട്ട് പാങ്ക്രിയാറ്റൈറ്റിസ്. നെക്സ്റ്റ് സീറം ഗ്ലൂട്ടാമേറ്റ് പൈറുവേറ്റ് ട്രാൻസ്അമിനേസ്, ദാറ്റ് ഈസ് SGPT. Serum glutamate pyruvate transaminase is increased in liver disease. എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ് പോലെയുള്ള ലിവർ ഡിസീസസിൽ SGPT കൂടുതലാണ്. ഇതും 1 വേർഡ് ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് മറ്റൊരു 1 വേർഡ് ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ്ലി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ വരുന്ന പേഷ്യൻസിന് കൂടുന്ന മറ്റൊരു എൻസൈം ഏതാണ്? സീറം ഗ്ലൂട്ടാമേറ്റ് ഓക്സലോ അസറ്റേറ്റ് ട്രാൻസാമിനേസ്, SGOT. ഹാർട്ട് അറ്റാക്ക് അല്ലെങ്കിൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ച പേഷ്യൻ്റ് ഏത് എൻസൈം കൂടും? സീറം ഗ്ലൂട്ടാമേറ്റ് ഓക്സലോ അസറ്റേറ്റ് ട്രാൻസാമിനേസ്. ഇനി റിക്കറ്റ്സ്, അതായത് വിറ്റമിൻ D ഡെഫിഷ്യൻസി ഉള്ള പേഷ്യൻസ്, അല്ലെങ്കിൽ ഗാൽ ബ്ലാഡറിൽ ഒബ്സ്ട്രക്ഷൻ സംഭവിച്ചിട്ട് ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ് ഉള്ള പേഷ്യൻസിന് ഏത് എൻസൈം കൂടും? ആൽക്കലൈൻ ഫോസ്ഫേറ്റേസ് കൂടും. അതുപോലെ പ്രോസ്റ്റേറ്റ് ക്യാൻസർ ഉള്ള പേഷ്യൻസിന് ഏത് എൻസൈം കൂടും? ആസിഡ് ഫോസ്ഫേറ്റേസ് കൂടും. ഹാർട്ട് അറ്റാക്കും ലിവർ ഡിസീസസ് ഉള്ള പേഷ്യൻറ്റ് 2 കണ്ടീഷനിലും ഹാർട്ടിനും ലിവറിനും അബ്നോർമാലിറ്റീസ് ഉണ്ടാകുമ്പോൾ കൂടുന്ന മറ്റൊരു എൻസൈമാണ് ലാക്ടേറ്റ് ഡിഹൈഡ്രോജിനേസ്.
എന്നാൽ മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉള്ള പേഷ്യൻ്റ് അവരുടെ ഏർലി മാർക്കർ, അതായത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ഉണ്ടായി ഉടനെ തന്നെ കൂടുന്ന എൻസൈമാണ് ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ്. അതായത് ഹോസ്പിറ്റലിൽ ഒരു പേഷ്യൻ്റ് ചെസ്റ്റ് പെയിൻ ആയിട്ട് എത്തിക്കഴിഞ്ഞാൽ അത് മയോകാർഡിയൽ ഇൻഫാക്ഷൻ ആണോ ഹാർട്ട് അറ്റാക്ക് ആണോ അപ്പോൾ സംഭവിച്ചാണ്, എത്ര സമയത്തിന് മുന്നെയാണ് സംഭവിച്ചത് എന്നൊക്കെ അറിയാൻ വേണ്ടി നമ്മളവിടെ CPK ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് ചെക്ക് ചെയ്ത് നോക്കും. കാരണം അതെന്ത് ആയിരിക്കും, അവിടെ തൊട്ടടുത്താണ് ഈ ഒരു മയോകാർഡിയൽ ഇൻഫാക്ഷൻ സംഭവിച്ചതെങ്കിൽ, MI സംഭവിച്ചതെങ്കിൽ ഈ ഒരു ക്രിയാറ്റിൻ ഫോസ്ഫോകൈനേസ് അവിടെ കൂടുതലായിരിക്കും. അതുപോലെ തന്നെ മസ്കുലാർ ഡിസ്ട്രോഫി സംഭവിച്ച പേഷ്യൻറ്റിന് ആൽഡോലൈസ് കൂടുതലായിരിക്കും. ഹെപ്പറ്റൈറ്റിസ് ഉള്ള പേഷ്യൻസിന് ന്യൂക്ലിയോടൈഡേസ് കൂടുതലായിരിക്കും. ആൽക്കഹോളിസം ഉള്ള പേഷ്യൻസ്, അതായത് നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യൻ, ഈ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ ഉദ്ദേശിച്ചത്, ഈ ക്വസ്റ്റ്യനിൽ പറയാം ആൽക്കഹോളിസം ഉള്ള പേഷ്യൻറ്റിന് ഗാമാ ഗ്ലൂട്ടാമിൽ ട്രാൻസ്പെപ്റ്റിഡേസ് അല്ലെങ്കിൽ GGT അവിടെ കൂടുതലായിരിക്കും. അപ്പം നിങ്ങൾ ഇത്രയും കണ്ടീഷൻസ് പഠിച്ചപ്പോൾ ഈ ഒരു ഒൺവേർഡ് ക്വസ്റ്റ്യൻ ആണ് അവിടെ ചോദിച്ചത് അല്ലേ. ചിലപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ചോദിക്കുമ്പോൾ 2 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ ചോദിക്കാം, സെയിം വേറെ ഏതെങ്കിലും ഒരു ഡിസീസസ് ഒൺവേർഡ് ഇട്ട് ചോദിക്കാം. അപ്പോൾ ഇത് കംപ്ലീറ്റ് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. മിനിമം നിങ്ങൾ ഇത്രയുമെങ്കിലും അറിഞ്ഞിരിക്കണം. ഇല്ല നിങ്ങൾക്ക് ഈ ഡിസീസസിൽ ഏതൊക്കെ എൻസൈംസ് കൂടുന്നു എന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണമെങ്കിൽ ഈ ചാർട്ട് നിങ്ങൾക്ക് റെഫർ ചെയ്യാം. ഈ പറഞ്ഞ എല്ലാ എൻസൈംസും അമിലേസ്, ലിപ്പേസ്, ട്രാൻസാമിനേസ്, അത് ALT, AST, SGOT, SGPT, ALP, ACP, ICD, LDH, CK, CPK, ഈ GGT എല്ലാ എൻസൈംസും എത്ര കൂടുന്നു, റെഫറൻസ് ലെവൽ എത്രയാണ്, നോർമലി എത്രയായിരിക്കണം, അതിൽ കൂടിയാൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കണ്ടീഷൻസിലാണ് ഇത് കൂടുന്നത്, ഡീറ്റെയിൽ ആയിട്ടുള്ള ചാർട്ടാണ് വായിച്ചു നോക്കാം. അതായത് മോസ്റ്റ് ഫ്രീക്വൻറ്റ് ആയിട്ടുള്ള ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഞാനിവിടെ മെൻഷൻ ചെയ്തത്. നെക്സ്റ്റ് 4ാമത്തെ MCQ, 4 MCQ ആണുള്ളത്. അതിൽ 4ാമത്തെ MCQ, immunoglobulins are classified on the basis of, it's very important, most frequently, always one question will be asked for all exam. എല്ലാ എക്സാമിനും എല്ലാ യൂണിവേഴ്സിറ്റിയിലും ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാകുന്നതാണ് എന്തിനെക്കുറിച്ച്, ഇമ്മ്യൂണോഗ്ലോബുലിനെ കുറിച്ച്. ഇമ്മ്യൂണോഗ്ലോബുലിൻ is an important question for 10 mark, 5 mark, 2 mark, 1 mark. പണ്ട് അത് മൈക്രോബയോളജിയിൽ മാത്രമായിരുന്നു ചോദിച്ചിരുന്നത്, ഇപ്പോൾ അത് ബയോകെമിസ്ട്രിയിലും ഫ്രീക്വൻ്റ് ആയിട്ട് ചോദിക്കുന്നുണ്ട്. സോ 5 മാർക്കിന് essay മാത്രമുള്ളെങ്കിൽ 5 മാർക്കിന് ചോദിക്കും. ഇനി 10 മാർക്കിന് essay ഉണ്ടായിരുന്നെങ്കിൽ അതിലും ചോദിക്കാൻ പറ്റുന്ന, അങ്ങനെ ചോദിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അപ്പോൾ ഇമ്മ്യൂണോഗ്ലോബുലിന് അത്രയും പ്രാധാന്യം കൊടുത്ത് പഠിക്കുക. എല്ലാ ടൈപ്സും, എന്താണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, അതിൻ്റെ ഫങ്ഷൻസ് എന്തൊക്കെയാണ്, അതിൻ്റെ സ്ട്രക്ചർ എന്താണ്, അതിൻ്റെ ടൈപ്സ് എന്താണ്, ഓരോ ടൈപ്സിൻ്റെയും ഫങ്ഷൻ എന്താണ്, എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഏതിൽ നിന്നും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അപ്പോൾ അത് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് പറയുന്നില്ല, നിങ്ങളത് ക്ലിയർ ആയിട്ട് പഠിക്കുക തന്നെ വേണം. ഡീറ്റെയിൽ ആയിട്ടുള്ള ക്ലാസ്സുകൾക്ക് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ കോഴ്സിന് ജോയിൻ ചെയ്യുക. ഇതിൻ്റെ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് ക്ലാസ്സുകൾ അതിൽ ഉണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഓപ്ഷൻസ് എന്താണ്, ഇമ്മ്യൂണോഗ്ലോബുലിൻ എങ്ങനെയാണ് ക്ലാസിഫൈ ചെയ്യുന്നത്? ഓപ്ഷൻ A, ടൈപ്സ് ഓഫ് ലൈറ്റ് ചെയിൻ, ടൈപ്സ് ഓഫ് ഹെവി ചെയിൻ, ടൈപ്സ് ഓഫ് ലൈറ്റ് ആൻഡ് ഹെവി ചെയിൻ, മോളിക്കുലാർ വെയ്റ്റ്. മോളിക്കുലാർ വെയ്റ്റിനനുസരിച്ചിട്ടാണോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്, അതോ ഇതിലുള്ള ലൈറ്റ് ചെയിനിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണോ, അതോ ഹെവി ചെയിനിൻ്റെ ടൈപ്പ് അനുസരിച്ചിട്ടാണോ, അതോ ഈ 2 ചെയിനും ലൈറ്റും ഹെവി ചെയിനും രണ്ടും കൂടെ കൺസിഡർ ചെയ്തിട്ടാണോ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നത്? കറക്റ്റ് ഓപ്ഷൻ B, ടൈപ്സ് ഓഫ് ഹെവി ചെയിൻ. ഓരോ ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിനും കാണപ്പെടുന്ന ഹെവി ചെയിനിൻ്റെ ടൈപ്സിനനുസരിച്ചിട്ടാണ് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ പേര് കൊടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ ഈ ഒരു ചാർട്ട് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ബാക്കി പോർഷൻസ് ഒന്നും നോക്കിയില്ലെങ്കിലും കുഴപ്പമില്ല, ഇവിടെ നോക്കാം. IgG, നമുക്കുള്ള പ്രധാനപ്പെട്ട 5 ടൈപ്പ് ഇമ്മ്യൂണോഗ്ലോബുലിൻ, IgG, IgA, IgM, IgD, IgE. അതിലുള്ള ഹെവി ചെയിനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഗാമയാണോ, ആൽഫയാണോ, മ്യൂട്ടയാണോ, ഡെൽറ്റയാണോ, എപ്സിലോൺ ആണോ, ഇതിലേത് ടൈപ്പ് ഹെവി ചെയിനാണ് അതിനനുസരിച്ചിട്ടാണ് GAMDE കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ചെയിൻ ആണെങ്കിൽ എല്ലാത്തിലും ഒരേ ലൈറ്റ് ചെയിൻ ആണ് വരുന്നത്. നമ്മുടെ ഏത് തരം ഇമ്മ്യൂണോഗ്ലോബുലിനായാലും 2 ഹെവി ലൈറ്റ് ചെയിൻ ആണ് അവിടെ വരുന്നത്, സിമിലർ ആണ്. സോ ബേസ്ഡ് ഓൺ ദ ടൈപ്പ് ഓഫ് ഹെവി ചെയിൻ ദേ ഗിവൺ നെയിം ഫോർ ഇമ്മ്യൂണോഗ്ലോബുലിൻ ഓർ ക്ലാസിഫൈഡ് ഇമ്മ്യൂണോഗ്ലോബുലിൻ. അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇവിടെ നോക്കാം, IgGയുടെ മേജർ ഫംഗ്ഷൻ എന്താണ്? മോസ്റ്റ്ലി റെസ്പോൺസിബിൾ ഫോർ ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റി. അങ്ങനെയും ക്വസ്റ്റ്യൻ ചോദിക്കാം. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, മോസ്റ്റ് റെസ്പോൺസിബിൾ ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgG ആണ്. ബോഡി സർഫസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgA ആണ്. ഹ്യൂമറൽ ഇമ്മ്യൂണിറ്റിയും
അതുപോലെ തന്നെ ഫസ്റ്റ് ലൈൻ ഡിഫൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgM ആണ്. ബി സെൽ റിസപ്റ്റർ ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgD ആണ്. അതുപോലെ ഹിസ്റ്റമിൻ റിലീസ് ചെയ്യുന്ന ഇമ്മ്യൂണോഗ്ലോബുലിൻ ഏതാണ്? IgE ആണ്. ഇതും ഓൺവേർഡ് ക്വസ്റ്റ്യൻ ചോദിക്കാവുന്നത് ആണ്. അതുപോലെ തന്നെ ഈ ഒരു ഏരിയയിൽ നിന്ന് ഇമ്മ്യൂണോഗ്ലോബുലിൻ്റെ ക്ലാസിഫിക്കേഷൻ ചോദിക്കാം. IgM എന്ന് പറഞ്ഞിട്ട് 5 മാർക്കിന് ചോദിക്കാം. IgA എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിക്കാം. IgG എന്ന് പറഞ്ഞ് 5 മാർക്കിന് ചോദിക്കാം. അല്ലെങ്കിൽ ഡിഫറൻസ് ബിറ്റ്വീൻ IgG ആൻഡ് IgA, ഡിഫറൻസ് ബിറ്റ്വീൻ IgE ആൻഡ് IgD, ഡിഫറൻസ് ബിറ്റ്വീൻ IgA ആൻഡ് IgM, ഇങ്ങനെയും ക്വസ്റ്റ്യൻസ് വരാം. സോ അത്രയും ഡീറ്റെയിൽ ആയിട്ട് തന്നെ നിങ്ങളിത് അറിഞ്ഞിരിക്കണം. ഇത് നോർമലായിട്ട് ഒരു ഇമ്മ്യൂണോഗ്ലോബിൻ്റെ സ്ട്രക്ചറാണ്. ഇതിൽ ഇവിടെ കാണുന്നത് ഹെവി ചെയിനും ഇത് ലൈറ്റ് ചെയിനുമാണ്. ഇവിടെ വരുന്ന ഹെവി ചെയിനനുസരിച്ചിട്ടാണ്, ഏത് ടൈപ്പ് ഹെവി ചെയിൻ വന്നു എന്നുള്ളതിനനുസരിച്ചാണ് ഇതൊരു പേര് കൊടുക്കുന്നത്. ഇതിൻ്റെ ഡീറ്റെയിൽ സ്ട്രക്ചർ നിങ്ങൾ അറിഞ്ഞിരിക്കണം, വരയ്ക്കാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് തന്നെ പഠിക്കുക. ഓരോ ഇമ്മ്യൂണോഗ്ലോബിനും ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചിരിക്കണം. ഓക്കെ, കാരണം ഞാൻ പറഞ്ഞതുപോലെ പലതവണ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഇനി നമ്മുടെ 4 MCQ കഴിഞ്ഞു കഴിഞ്ഞാൽ അടുത്ത് ചോദിക്കുന്നത് നിങ്ങൾക്ക് എസ്സേ അല്ല. കാരണം ബയോ കെമിസ്ട്രി ടോട്ടലി നിങ്ങൾക്ക് 25 മാർക്കിനേ ഉള്ളൂ. അതിൽ 10 മാർക്കിൻ്റെ എസ്സേയോ 15 മാർക്കിൻ്റെ എസ്സേയോ ഇല്ല. പകരം നിങ്ങൾക്ക് അടുത്ത സെഷൻ വരുന്നത് 5 മാർക്കിൻ്റെ ഷോർട്ട് നോട്ടുകളാണ്, അല്ലെങ്കിൽ ഷോർട്ട് എസ്സേ ആണ്. അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നോക്കാം. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്. നിങ്ങൾ എവിടെയാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് പഠിച്ചത്? ഇൻ ദ ചാപ്റ്റർ ഓഫ് ലിപ്പിഡ്സ്. നമ്മൾ പഠിക്കുന്ന ഓരോ ചാപ്റ്ററിന് ഓരോ ന്യൂട്രിയൻസിൻ്റെ പേരാണ് അല്ലേ. കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, പ്രോട്ടീൻ ഉണ്ട്, ലിപ്പിഡ് ഉണ്ട്, വിറ്റമിൻസ് ഉണ്ട്, മിനറൽസ് ഉണ്ട്. അങ്ങനെ ഓരോ ചാപ്റ്ററുകളുണ്ട്. ന്യൂട്രീഷനിൽ പഠിക്കുന്നുണ്ട്, അതനുബന്ധമായിട്ട് നമ്മൾ ബയോകെമിസ്ട്രിയിലും പഠിക്കുന്നുണ്ട്. അങ്ങനെ ലിപ്പിഡ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ്, പ്രോട്ടീൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് നമ്മൾ പറഞ്ഞത് അമിനോ ആസിഡാണ്. അതുപോലെ കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് ആയിട്ട് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. അതുപോലെ ലിപ്പിഡിൻ്റെ ബിൽഡിംഗ് ബ്ലോക്സ് അല്ലെങ്കിൽ ലിപ്പിഡ് നിർമ്മിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഫാറ്റി ആസിഡ്സ് കൊണ്ടാണ്. ഈ ഫാറ്റി ആസിഡ്സും പല ടൈപ്പ് ഉണ്ട്. അതിൽ ഒരു സ്പെഷ്യൽ ടൈപ്പാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. അല്ലാതെ ഡിഫറൻസ് ബിറ്റ്വീൻ എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞു മുമ്പൊരിക്കൽ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അങ്ങനെയും ചോദിക്കാം. അതായത് ഈ ഒരു ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ കംപ്ലീറ്റ് ഫാറ്റി ആസിഡ്സിൻ്റെ ക്ലാസിഫിക്കേഷൻ, ടൈപ്സ്, അതിൻ്റെ ഫങ്ഷൻസ്, ഏതൊക്കെ ആഹാരങ്ങളിൽ കാണുന്നു, അതിൻ്റെ യൂസസ് എന്തൊക്കെയാണ്, ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് നോക്കാം. ടോട്ടലി ഫാറ്റി ആസിഡ്സിനെ മെയിനായിട്ട് എന്തൊക്കെയായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്? സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് എന്നും പറയാറുണ്ട്. സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിന് എക്സാമ്പിൾസ് ആണ് ഈ ലിസ്റ്റ് ഡൗൺ ചെയ്തിരിക്കുന്നത് ആദ്യം. അടുത്ത അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ഏതൊക്കെയാണെന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തിട്ടുണ്ട്. അതിൽ ഈ ഹൈലൈറ്റ് ചെയ്ത് പിങ്ക് കളറിൽ കൊടുത്തിരിക്കുന്ന ഈ ഫാറ്റി ആസിഡ്സ് ആണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. എന്താണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്? അപ്പോൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എക്സാമ്പിൾ ഇപ്പം തന്നെ പഠിച്ചോളുക. ലിനോലീക് ആസിഡ് ആൻഡ് ലിനോലീനിക് ആസിഡ്. ബോത്ത് അത് ഓൾമോസ്റ്റ് സിമിലർ ആണ്. ലിനോലീക്കും ലിനോലീനിക്കും ഇത് രണ്ടും അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അതിൽ അൺസാച്ചുറേറ്റഡ് ആണെന്ന് പറയുമ്പോൾ വേറെയും ഉണ്ട്. അതിൽ ഈ 2 മാത്രം എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് അറിയപ്പെടുന്നു. കാരണം ഈ 2 ഫാറ്റി ആസിഡ്സും നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിലൂടെ നമ്മൾ ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് നേടിയെടുക്കണം. അല്ലെങ്കിൽ ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് അടങ്ങിയ ആഹാര പദാർത്ഥങ്ങൾ നമ്മൾ നിർബന്ധമായും കഴിച്ചിരിക്കണം. അതാണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. ഇവിടെ നിങ്ങൾക്ക് വായിച്ചു നോക്കിയാൽ അറിയാം. എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൻ നോട്ട് ബി സിന്തസൈസ്ഡ് ബൈ ബോഡി. നമ്മുടെ ശരീരത്തിന് നിർമ്മിക്കാൻ പറ്റത്തില്ല. സോ ഇറ്റ് ഷുഡ് ബി സപ്ലൈഡ് ബൈ ഡയറ്റ്. ആഹാരത്തിലൂടെ സപ്ലൈ ചെയ്തിരിക്കണം. അതുകൊണ്ടാണ് ഈ ഫാറ്റി ആസിഡ്സിന് എന്ത് പറയുന്നത്? എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് എന്ന് പറയുന്നത്. ബാക്കിയുള്ളവയൊക്കെ അപ്പോൾ എന്താണത്? നോൺ എസെൻഷ്യൽ ആണ്. കാരണം ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ ആഹാരത്തിലൂടെ കിട്ടിയില്ലെങ്കിലും വലിയ പ്രശ്നമില്ല. കാരണം നമ്മുടെ ശരീരത്തിൽ ഇത് നിർമ്മിക്കാനുള്ള കഴിവ് ഉണ്ട്. ഓക്കെ, അപ്പോൾ ഈ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്താ പറഞ്ഞത്? ഇവ രണ്ടും പോളി അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് ആണ്. അതും
അതിൽ പോളി അൺസാച്ചുറേറ്റഡ് ആയിട്ടുള്ള ഫാറ്റി ആസിഡ്സ് ആണ്. ഏതൊക്കെയാണ് എക്സാമ്പിൾ പറയുന്നത്? ലിനോലീക് ആസിഡും ലിനോലീനിക് ആസിഡും. എന്നാൽ ചില സാഹചര്യങ്ങളിൽ അപ്പോൾ എന്താണ് അരക്ഡോണിക് ആസിഡും അതും ഒരു നമ്മുടെ അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സ് തന്നെയാണ്. അതും ചില സമയങ്ങളിൽ, എപ്പോഴുമല്ല, സഫീഷ്യൻ്റ് എമൗണ്ട് നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്തില്ല എങ്കിൽ അതും ചിലപ്പോൾ എന്തായി മാറാറുണ്ട്? അരക്ഡോണിക് ആസിഡ് എന്നുള്ള ഫാറ്റി ആസിഡ്സും എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് ആയി മാറാറുണ്ട്. പക്ഷെ അതെപ്പോഴും ഇല്ല, കുറച്ചൊക്കെ നമ്മുടെ ശരീരത്തിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എന്താണ് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ ഫംഗ്ഷൻ? നമ്മൾ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് മാത്രം എന്താണെന്ന് എഴുതിയാൽ മതിയോ? അതിൻ്റെ ഫംഗ്ഷൻസ് എഴുതണം. അത് കുറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ എന്തൊക്കെ ദോഷങ്ങളുണ്ടാകും, എത്രത്തോളം കണ്ടൻസ് നിങ്ങൾക്ക് അവിടെ ചേർക്കാൻ പറ്റുമോ? മിനിമം നിങ്ങൾ 3 പേജ് കംപ്ലീറ്റ്ലി 5 മാർക്കിന് എഴുതണം. അത്രത്തോളം കണ്ടൻറ്റ് ചേർത്ത് എഴുതുക. ആദ്യം ഫാറ്റി ആസിഡ്സ് എന്താണെന്ന് എഴുതുക, ലിപ്പിഡ്സ് എന്താണെന്ന് എഴുതാം, ഫാറ്റി ആസിഡ്സ് എന്താണെന്ന് എഴുതാം, അതിൻ്റെ ടൈപ്സിനെ കുറിച്ച് വിശദീകരിക്കാം, സാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് എഴുതാം, അൺസാച്ചുറേറ്റഡ് ഫാറ്റി ആസിഡ്സിനെ കുറിച്ച് എഴുതാം, അതിന് എക്സാമ്പിൾസ് കൊടുക്കാം, അതിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിലോട്ട് എത്താം, അതിന് എക്സാമ്പിൾ, അതിൻ്റെ ഡെഫിനിഷൻ കൊടുക്കാം, അതിന് എക്സാമ്പിൾസ് കൊടുക്കാം, അതിൻ്റെ എസെൻഷ്യാലിറ്റിയെ കുറിച്ച് പറയാം, അതിൻ്റെ ഫങ്ഷൻസിനെ കുറിച്ച് പറയാം. എന്താണ് ഫങ്ഷൻ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ? ഇറ്റ് റിക്വയർഡ് ഫോർ ദ മെംബ്രെയിൻ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ, ട്രാൻസ്പോർട്ട് ഓഫ് കൊളസ്ട്രോൾ, ഫോർമേഷൻ ഓഫ് ലിപ്പോപ്രോട്ടീൻ, പ്രിവെൻഷൻ ഓഫ് ഫാറ്റി ലിവർ. എന്തൊക്കെയാണ് പറഞ്ഞത്? എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സിൻ്റെ ഫങ്ഷൻസ്. മെംബ്രെയിൻ സ്ട്രക്ചർ ഫോം ചെയ്യുന്നതിനും മെംബ്രെയിൻ സ്ട്രക്ചറിനും മെംബ്രെയിൻ്റെ ഫങ്ഷനും ആര് വേണം? എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് വേണം. അതുപോലെ തന്നെ കൊളസ്ട്രോൾ, ബ്ലഡിൽ കൊളസ്ട്രോൾ ട്രാൻസ്പോർട്ട് ചെയ്യണമെങ്കിൽ ഫാറ്റി ആസിഡ്സ് വേണം. ലിപ്പോപ്രോട്ടീൻസ്, അത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പാർട്ടാണ്. നമ്മുടെ ബ്ലഡിൻ്റെ വിസ്കോസിറ്റിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്ന ലിപ്പോപ്രോട്ടീൻ വേണം. അപ്പോൾ ഈ ലിപ്പോപ്രോട്ടീൻ ഫോം ചെയ്യണമെങ്കിൽ എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് വേണം. അതുകൂടാതെ നമ്മുടെ ശരീരത്തിൽ തന്നെ വേണ്ട മറ്റൊരു കോമ്പൗണ്ടാണ് എക്കൈസനോയിഡ് എന്ന് പറയുന്ന മറ്റൊരു കോമ്പൗണ്ട് ഉണ്ട്. അത് ഫോം ചെയ്യുന്നതിനും അത് സിന്തസൈസ് ചെയ്യുന്നതിനും ആര് വേണം? നമുക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് വേണം. So these are the functions of fatty acids. Next, suppose ഒരാൾക്ക് എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ് കുറഞ്ഞാലോ എന്ത് പ്രശ്നമുണ്ടാവും? ഫ്രൈനോഡെർമ അല്ലെങ്കിൽ ടോഡ് സ്കിൻ പ്രോബ്ലംസ് ഡെവലപ്പ് ചെയ്യും. ഇതെങ്ങനെയാണ് ഫ്രൈനോഡെർമ എന്ന് പറയുന്ന കണ്ടീഷൻ കാണുന്നത്? ഹോണി ഇറപ്ഷൻസ് ഓൺ ദ പോസ്റ്റീരിയർ ആൻഡ് ലാറ്ററൽ പാർട്സ് ഓഫ് ലിംബിൻ്റെ, അതായത് ബാക്ക് സൈഡിലും ബട്ടക്സിലും ഒക്കെ ഡ്രൈ സ്കിന്നായി മാറുന്നു. അവിടെ ഹെയർ ലോസ് ഉണ്ടാകുന്നു. അവിടെ മുറിവുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ വൂണ്ട് ഹീലിംഗ് വളരെ ലേറ്റ് ആകും. ഇതുപോലുള്ള പ്രോബ്ലംസ് ഉണ്ടാകും ബിക്കോസ് വി ആർ ഡെഫിഷ്യൻറ്റ് ടു എസെൻഷ്യൽ ഫാറ്റി ആസിഡ്സ്. അപ്പോൾ ഇത്രയുമാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് 3 ക്വസ്റ്റ്യൻ ഉണ്ട് അവിടെ 5 മാർക്കിൻ്റെ. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ, മോസ്റ്റ് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ, ഇലക്ട്രോഫോറസിസ്. അതായത് നമ്മുടെ ബ്ലഡിലെ കമ്പോണൻസുകളെ സെപ്പറേറ്റ് ചെയ്യാൻ സഹായിക്കുന്ന ഒരു പ്രൊസീജിയറാണ് ഈ ഒരു ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. ആ ഒരൊറ്റ വേർഡ് മാത്രമേ നിങ്ങൾക്ക് അവിടെ കൊടുത്തിട്ടുള്ളൂ. അതിൽ എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാമോ അതെല്ലാം നിങ്ങൾക്ക് ഒരു മിനിമം 3 പേജ് നിറച്ച് എഴുതാം. അപ്പോൾ എന്താണ് ഇലക്ട്രോഫോറസിസ്? ദ മൂവ്മെൻറ്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ അയോൺസ്. ചാർജ്ഡ് പാർട്ടിക്കിൾസിന് എന്ത് പറയും? അയോൺസ് എന്ന് പറയും അല്ലേ. ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഒരു ഇലക്ട്രിക് ഫീൽഡിൽ അതിൻ്റെ ചാർജ് അനുസരിച്ചിട്ട് കാഥോഡിലോ ആനോഡിലോ എന്ത് ചെയ്യുന്നു? മൂവ് ചെയ്യുന്നു. അതിൻ്റെ ചാർജ് അനുസരിച്ച് പോസിറ്റീവ് അയോൺസ് നെഗറ്റീവ് ധ്രുവത്തിലോട്ടും നെഗറ്റീവ് അയോൺസ് പോസിറ്റീവ് എൻഡിലോട്ടും മൂവ് ചെയ്യുന്നു. ഈ പ്രോസസ്സിനെയാണ് ഇലക്ട്രോഫോറസിസ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ഇലക്ട്രോഫോറസിസ്? മൂവ്മെൻറ്റ് ഓഫ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് ഓർ അയോൺസ് in an electric field resulting in their migration towards opposite charged electrode. It is electrophoresis. അപ്പോൾ ഇവിടെ കാറ്റിയോൺസും ഉണ്ടാവും ആനിയോൺസും ഉണ്ടാവും. എന്താണ് കാറ്റിയോൺസ്? പോസിറ്റീവ് ചാർജ്. എന്താണ് നെഗറ്റീവ് ചാർജ് ഉള്ളതിനെ പറയുന്നത്? ആനിയോൺസ്. അതിനനുസരിച്ച് ആ അയോണിൻ്റെ ചാർജിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള എൻഡുകളിലോട്ടാണ് അത് മൂവ് ചെയ്യുന്നത്. ഇവിടെ ഇലക്ട്രോഫോറസിസ് എന്നുള്ള ഈ പ്രോസസ്സ് മാത്രം നമ്മൾ അറിഞ്ഞാൽ പോരാ, ഇതിന് പല ടൈപ്പുകളുണ്ട്. Among the electrophoretic techniques, സോൺ ഇലക്ട്രോഫോറസിസ് അല്ലെങ്കിൽ ഐസോ ഇലക്ട്രിക് അങ്ങനെ പല, ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്, അങ്ങനെ പല ടൈപ്പുകൾ ഉണ്ട്. അവ ഓരോന്നും എങ്ങനെയാണ് ചെയ്യുന്നത് ഷോർട്ടായിട്ട്, ഇത്രത്തോളം ഡീറ്റെയിൽ വേണ്ട, ഷോർട്ടായിട്ട് നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഫസ്റ്റ് ടൈപ്പാണ് സോൺ ഇലക്ട്രോഫോറസിസ്. അതിൽ തന്നെ വീണ്ടും 2 ടൈപ്പ് ഉണ്ട്. പേപ്പർ ഇലക്ട്രോഫോറസിസ്, രണ്ടാമത് ജെൽ ഇലക്ട്രോഫോറസിസ്. അവ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത്? സിമ്പിളാണ്, ഒരു പ്രാവശ്യം നിങ്ങൾ വായിച്ചാലും മനസ്സിലാകും. ഇല്ലായെങ്കിൽ ഇതെല്ലാം ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കോഴ്സിനകത്ത് എടുത്തിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ട് നിങ്ങൾ
പഠിക്കുക. ഇലക്ട്രോഫോറസിൻ്റെ ഒരു ഫ്രീ വീഡിയോയും ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഡെഫിനറ്റ്ലി അത് നിങ്ങൾക്കവിടെ യൂസ്ഫുൾ ആകും. സോ ഫസ്റ്റ് ടൈപ്പ് സോൺ ഇലക്ട്രോഫോറസിസ്. അതിൽ തന്നെ 2 ടൈപ്പ് ഉണ്ട്, പേപ്പർ ഇലക്ട്രോഫോറസിസും ജെൽ ഇലക്ട്രോഫോറസിസും. ഇതും വേണമെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസിലും 2 മാർക്ക് ക്വസ്റ്റ്യൻസിലും ചോദിക്കാവുന്നതാണ്. താഴെ പറയുന്നതിൽ സോൺ ഇലക്ട്രോഫോറസിസിൽ വരാത്തതേത് അല്ലെങ്കിൽ വരുന്നതേത് എന്ന് പറഞ്ഞൊക്കെ ചിലപ്പോൾ ചോദിക്കാം, അതും നോട്ട് ചെയ്യാം. അതുപോലെ തന്നെ 2ാമത്തെ ടൈപ്പാണ് ഐസോ ഇലക്ട്രിക് ഫോക്കസിങ് ഇലക്ട്രോഫോറസിസ്. അടുത്ത 3ാമതൊരു ടൈപ്പ് ഉണ്ട് ഇമ്മ്യൂണോ ഇലക്ട്രോഫോറസിസ്. ഇവയും ഡിഫറൻസ് ബിറ്റ്വീനോ അല്ലെങ്കിൽ അതിൻ്റെ ഫങ്ഷൻസോ അല്ലെങ്കിൽ 1 വേർഡ് ക്വസ്റ്റ്യൻസോ വെച്ചിട്ട് ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വെരി വെരി ഇമ്പോർട്ടൻറ്റ് റിപ്പീറ്റഡ്ലി ആസ്ഡ് ക്വസ്റ്റ്യൻ ആണ് ഇലക്ട്രോഫോറസിസ്. നെക്സ്റ്റ് 3ാമത്തെ 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ. ആക്ച്വലി വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രമേ ബയോകെമിസ്ട്രി ചോദിക്കുന്നുള്ളൂ. പക്ഷേ ആ ക്വസ്റ്റ്യൻസ് അത്രയും നിങ്ങൾ പ്രധാനപ്പെട്ട എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതിൽ ചോദിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് കൃത്യമായിട്ട് കോൺഫിഡൻ്റ് ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അപ്പോൾ തിയറി ടോപ്പിക്സ് സിലബസ് ബേസ്ഡ് ആയിട്ട് പഠിച്ച് അതിൻ്റെ നോട്ട്സും വായിച്ച് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ് ഫോക്കസ് ചെയ്തും കൂടെ പഠിക്കുക. ഒപ്പം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും കൂടെ അനലൈസ് ചെയ്ത് പഠിക്കുക കേട്ടോ. അപ്പോൾ 3ാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? വെരി ഇമ്പോർട്ടൻറ്റ് ഓർഗൻ ഫങ്ഷൻ ടെസ്റ്റ്. നമുക്ക് നമ്മുടെ ബയോകെമിസ്ട്രി പഠിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ഓർഗൻ ഫങ്ഷൻ ടെസ്റ്റ്. നമ്മുടെ ശരീരത്തിലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വൈറ്റൽ ഓർഗൻസിൻ്റെ ഫങ്ഷൻ ശരിയാണോ, അത് നോർമലി നടക്കുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്യുന്നു. അതിലൊന്നാണ് ലിവറിൻ്റെ ഫംഗ്ഷൻ നോർമൽ ആണോ എന്ന് ചെക്ക് ചെയ്യാൻ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. തൈറോയിഡിൻ്റെ ഫംഗ്ഷൻ നോർമലി നടക്കുന്നുണ്ടോ എന്നറിയാൻ തൈറോയിഡ് ഫംഗ്ഷൻ ടെസ്റ്റ് ചെയ്യും. കിഡ്നിയുടെ ഫംഗ്ഷൻ അല്ലെങ്കിൽ റീനൽ ഫംഗ്ഷൻ നോർമൽ ആണോ എന്നറിയാൻ റീനൽ ഫംഗ്ഷൻ ടെസ്റ്റും ചെയ്യും അല്ലേ. അപ്പോൾ അതുപോലെ ലിപ്പിഡ് പ്രൊഫൈൽ നോക്കും. ഇതെല്ലാം ലിവറിന് അനുബന്ധമായിട്ടുള്ളതാണ്. അങ്ങനെ ഓരോ ഓർഗൻസ് മറ്റൊരു എക്സാമ്പിളാണ് PFT നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, പൾമൺട്രി ഫംഗ്ഷൻ ടെസ്റ്റ്. ഏത് ഓർഗന് വേണ്ടി ചെയ്യുന്നതാണ്? ലങ്സ് നോർമലി ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, നന്നായിട്ട് എക്സ്പാൻഡ് ചെയ്യുന്നുണ്ടോ, അത് നന്നായിട്ട് റിലാക്സ് ചെയ്യുന്നുണ്ടോ, റീകോയിൽ ചെയ്യുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ടെസ്റ്റാണ് പൾമൺട്രി ഫങ്ഷൻ ടെസ്റ്റ് അല്ലെങ്കിൽ PFT എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിവിടെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ് ഞാൻ ഒരുപാട് ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ലിവർ ഫംഗ്ഷൻ എന്തിനാണ് പെർഫോം ചെയ്യുന്നത് നിങ്ങൾ ചുരുക്കി എഴുതിയാൽ മതി. ഇത്രത്തോളം ഡീറ്റെയിൽസ് ഒന്നും എഴുതണമെന്നില്ല. മാക്സിമം നിങ്ങൾക്ക് എത്ര കണ്ടന്റ് ചേർക്കാൻ പറ്റുമോ അത്രത്തോളം ചേർക്കുക. എന്താണ് ലിവറിൻ്റെ പ്രധാനമായിട്ടുള്ള ഫങ്ഷൻസ്? മെറ്റബോളിക് ഫംഗ്ഷൻ ഉണ്ട്, എക്സ്ക്രീറ്ററി ഫങ്ഷൻസ് ഉണ്ട്, പ്രൊട്ടക്റ്റീവ് ഫങ്ഷൻസ് ഉണ്ട്, ഡീടോക്സിഫിക്കേഷൻ ഉണ്ട്, ഹെമറ്റോളജിക്കൽ ഫങ്ഷൻസ് ഉണ്ട്, സ്റ്റോറേജ് ഫങ്ഷൻസ് ഉണ്ട്. നോർമലി ഒരു ലിവർ ഈ ഫങ്ഷൻസ് എല്ലാം ചെയ്യണം. എന്നാൽ ലിവറിന് എന്തെങ്കിലും ഡാമേജ് വന്നിട്ടുണ്ടെങ്കിൽ, എക്സാമ്പിൾ ഹെപ്പറ്റൈറ്റിസ്, ആൽക്കഹോളിസം, കാർസിനോമ, ഇതുപോലുള്ള ഡിസീസസ് ലിവറിനെ ഡാമേജ് ചെയ്യും. അങ്ങനെയുണ്ടെങ്കിൽ ആ ലിവർ ഡാമേജ് ഈ ഫങ്ഷൻസിനെ എങ്ങനെയാണ് സ്വാധീനിച്ചിരിക്കുന്നത്, അതിലെന്തെങ്കിലും ഇംപ്രൊപ്പോർഷൻസ് അല്ലെങ്കിൽ ഇമ്പയർമെൻ്റ് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്നറിയാൻ വേണ്ടി നമ്മൾ ലിവർ ഫങ്ഷൻ ടെസ്റ്റ് നോക്കുന്നു. അവിടെ അതിൻ്റെ വാല്യൂസ് നമ്മളവിടെ കാൽക്കുലേറ്റ് ചെയ്യും. എക്സാമ്പിൾ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ നോർമൽ ആണോ എന്നറിയാൻ നമ്മൾ നോക്കുന്നത് ബൈൽ പിഗ്മെൻറ്റ്സും ബൈൽ സോൾട്ടും ലെവലാണ്. പ്രധാനമായിട്ട് ബൈൽ പിഗ്മെൻറ്റ്സും ബൈൽ സോൾട്ടും പിന്നെ ബ്രോമോ സൾഫാത്തിലിനും നോക്കാറുണ്ട്. അപ്പോൾ ഇവ ബ്ലഡിൽ കൂടുതലാണെങ്കിൽ അതിൻ്റെ അർത്ഥം ലിവറിൽ എക്സ്ക്രീറ്ററി ഫംഗ്ഷൻ ഇവിടെ നോർമലായിട്ട് നടക്കുന്നില്ല. ഇനി സീറം എൻസൈംസ്, ലിവറിൽ നിന്നുള്ള എൻസൈംസിൻ്റെ പ്രൊഡക്ഷൻ എങ്ങനെയാണെന്നറിയാൻ വേണ്ടി, അത് പ്രോപ്പറായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ടോ യൂട്ടിലൈസ് ചെയ്യുന്നുണ്ടോ എന്നറിയാൻ വേണ്ടി അതിൻ്റെ ലെവൽ ചെക്ക് ചെയ്യും. അതുപോലെ മെറ്റബോളിക് ആക്ടിവിറ്റി നോർമൽ ആണോ എന്നറിയാൻ വേണ്ടി ഗാലക്ടോസ് ടോളറൻസ്, ആൻറ്റിപൈറിൻ ക്ലിയറൻസ് ചെക്ക് ചെയ്യുന്നു. നെക്സ്റ്റ് സിന്തറ്റിക് ഫങ്ഷൻസ് ഓക്കെ ആണെന്നറിയാൻ PT പ്രോത്രോംബിൻ ഫംഗ്ഷൻ, അതായത് കൊയാഗുലേഷൻ എങ്ങനെയാണെന്ന് നോക്കുന്നു. നെക്സ്റ്റ് ക്ലോട്ടിംഗ് ടൈം എത്രയാണെന്ന് നോക്കും. ആൽബുമിൻ്റെ ലെവലിൽ നോക്കും സിന്തറ്റിക് ഫങ്ഷൻസ് ഓക്കെ ആണെന്നറിയാൻ. അതുപോലെ ഹിപ്യൂറിക് ആസിഡ് സിന്തസിസ് എങ്ങനെയാണെന്ന് നോക്കിയാൽ ഡീടോക്സിഫിക്കേഷൻ, അതായത് നമ്മുടെ ശരീരത്തിലുള്ള കെമിക്കൽസിനെ ടോക്സിസിറ്റി കുറയ്ക്കുന്നത് ലിവറാണ്. അത് നോർമലാണോ എന്നറിയാൻ അതിന് ഡീടോക്സിഫിക്കേഷൻ ടെസ്റ്റുകളും ചെയ്യും. അപ്പോൾ ഇവിടെ കോമൺ ആയിട്ട് ഹീം കാറ്റബോളിസം, ഹെപ്പാറ്റിക് ഫംഗ്ഷൻ, ഹീം കാറ്റബോളിസം എങ്ങനെയാണെന്ന് അറിയാൻ അവിടെ ഇമ്പയർമെൻ്റ് ഉണ്ടെങ്കിൽ ബിലിറൂബിൻ്റെ ലെവൽ കൂടുതലായിരിക്കും. ചിലപ്പോൾ ലിവറിൻ്റെ ഫംഗ്ഷൻ നോർമൽ അല്ലെങ്കിൽ എൻസൈംസ് അലനിൻ ട്രാൻസാമിനേസ്, ആസ്പർട്ടേറ്റ് ട്രാൻസാമിനേസ്, ഗാമ ഗ്ലൂട്ടാമൈൽ ട്രാൻസ്പെപ്റ്റിഡേസ്, ഈ 3 എൻസൈംസ് അവിടെ കൂടുതലായിരിക്കും. ഇനി പ്രോട്ടീൻ സിന്തസിസ് നോർമൽ അല്ല, ഇമ്പയർമെൻ്റ് ഉണ്ടെങ്കിൽ ആൽബുമിൻ കുറവായിരിക്കും, പ്രോത്രോംബിൻ ടൈം കൂടുതലായിരിക്കും. പ്രോട്ടീൻ കാറ്റബോളിസത്തിൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ യൂറിയ കൂടുതലായിരിക്കും, അമോണിയയും കൂടുതലായിരിക്കും. ലിപ്പിഡ് മെറ്റബോളിസം വ്യത്യസ്തമല്ലെങ്കിൽ ഇമ്പയർമെൻ്റ് ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ അവിടെ കൂടുതലായിരിക്കും, ട്രൈഗ്ലിസറൈഡ്സ് കൂടുതലായിരിക്കും. അതുപോലെ
ഹാഫ് ലൈഫ് ഓഫ് ഡ്രഗ്സ് കൂടുന്നുണ്ടെങ്കിൽ ഡ്രഗ് മെറ്റബോളിസത്തിന് ഇമ്പയർമെൻറ്റ് സംഭവിച്ചു എന്നർത്ഥം. അതുപോലെ ബൈൽ ആസിഡ്സ് കൂടിയാൽ ബൈൽ ആസിഡ് മെറ്റബോളിസം നോർമൽ അല്ല എന്ന് മനസ്സിലാക്കാൻ നമുക്ക് പറ്റും. ഇതുപോലെ പലതരത്തിലുള്ള ടെസ്റ്റുകൾ. അപ്പോൾ ഈ ഒരു ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് നിങ്ങളുടെ കയ്യിലില്ല എങ്കിൽ ഇത് നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ആയിട്ട് വായിച്ച് നോക്കാം. ബിലിറൂബിൻ്റെ അളവ് കൂടുന്നു. നോർമൽ ബിലിറൂബിൻ്റെ അളവ് എത്രയാണ്? വേർഡ് ക്വസ്റ്റ്യൻ ആണ്. 0.2 to 1 mg/dl. അത് കൂടിയാൽ എന്താണ് പ്രോബ്ലം? അത് കൂടുന്നത് എന്തുകൊണ്ടാണ്? ഇക്ടറസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാൻഡൻബർഗ് റിയാക്ഷൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. 5 മാർക്ക് ക്വസ്റ്റ്യൻ. അത് മാത്രമായിട്ട് 5 മാർക്കിന് ചോദിച്ചിട്ടുണ്ട്. 2 മാർക്കിനും 1 മാർക്കിനും ഒക്കെ ചോദിക്കാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യനാണ് വാൻഡൻബർഗ് റിയാക്ഷൻ. നമ്മുടെ ലിവർ ഫംഗ്ഷനുമായിട്ട് വരുന്ന ഒരു ടെസ്റ്റാണ്. അതെന്തിനാണ് ഉപയോഗിക്കുന്നത്? അതിൻ്റെ റിയാക്ഷൻ എങ്ങനെയാണ്? മെക്കാനിസം. ഡയറക്റ്റ് റിയാക്ഷനും ഇൻഡയറക്റ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അത് പോസിറ്റീവ് നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? അതും ജോണ്ടിസും തമ്മിലുള്ള ബന്ധം എന്താണ്? യൂറിനിൽ ബിലിറൂബിൻ്റെ ലെവൽ നോക്കുന്നത് എന്തിനാണ്? ബ്രോമോസൾഫത്തീൻ, അതായത് BSP ടെസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതൊക്കെ ഇനി ഫ്യൂച്ചറിൽ എക്സാമിന് ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഈ വാൻഡൻബർഗ് റിയാക്ഷൻ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഇൻഡയറക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ എന്താണ് നമ്മൾ മനസ്സിലാക്കുന്നത്? പേഷ്യൻ്റ് ഈസ് ഹാവിങ് ഹീമോലൈറ്റിക് ജോണ്ടിസ്. ഡയറക്റ്റ് പോസിറ്റീവ് ആണെങ്കിൽ ഒബ്സ്ട്രക്റ്റീവ് ജോണ്ടിസ്. ബൈഫേസിക് ആണെങ്കിൽ ഹെപ്പാറ്റിക് ജോണ്ടിസ്. ഏത് തരം ജോണ്ടിസ് ആണെന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാൻ ഈ ടെസ്റ്റുകൾ നമ്മളെ സഹായിക്കുന്നു. അപ്പോൾ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റ്, വാൻഡൻബർഗ് റിയാക്ഷൻ, പിന്നെ ജോണ്ടിസ് എങ്ങനെ ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു, ബ്രോമോസൾഫത്തലിൻ ടെസ്റ്റ്, BSP ടെസ്റ്റ്, ഇതെല്ലാം കൃത്യമായിട്ട് പഠിക്കുക. എക്സാമിന് ചോദിക്കാൻ ചാൻസ് ഉള്ളതും പലതവണ ചോദിച്ചിട്ടുള്ളതുമായിട്ടുള്ള ടെസ്റ്റാണ്. അതുപോലെ തന്നെ ലിവറിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഓരോ എൻസൈംസിനെ കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇവ ഓരോന്നും അറിഞ്ഞിരിക്കണം. ഇവിടെ ക്ലാസ്സുകൾ, നമ്മുടെ തിയറി ക്ലാസ്സസിൽ ഇതെല്ലാം ഡീറ്റെയിൽ ആയിട്ട് വായിച്ച് പറയുന്നുണ്ട്. ഇതൊരു ഷോർട്ട് ക്ലാസ് ആയതുകൊണ്ട് ഞാൻ അത്ര ഡീറ്റെയിലോട്ട് പോകുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് വീഡിയോ പോസ് ചെയ്ത് വെച്ച് ഇതൊന്ന് വായിക്കാം, അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് എടുക്കാവുന്നതാണ്. നെക്സ്റ്റ്, അതുപോലെ തന്നെ എല്ലാ എൻസൈംസും ഏതൊക്കെ കണ്ടീഷൻസിൽ കൂടുന്നു കുറയുന്നു എന്നുള്ള കാര്യങ്ങൾ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. നെക്സ്റ്റ്, നമ്മുടെ 3 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ്, 4 1 വേർഡ് ക്വസ്റ്റ്യൻസും 3 5 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻസ് 15 മാർക്കും കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വരുന്ന 6 മാർക്കാണ്. 25-ൽ ബാക്കി ഇനി 6 മാർക്കാണ്. അതായത് 3 ക്വസ്റ്റ്യൻ, 2 മാർക്കിൻ്റെ 3 ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഡിഫറൻഷിയേറ്റ് ആണ് മോസ്റ്റ്ലി മെൻഷൻ ചെയ്യാറ്, അല്ലെങ്കിൽ ഗീവ് റീസണും ചോദിക്കാം, അല്ലെങ്കിൽ ഡിസ്ക്രൈബ് ചെയ്യാനോ ലിസ്റ്റ് ഡൗൺ ചെയ്യാനോ വേണമെങ്കിൽ ചോദിക്കാം. ഡിഫറൻഷിയേറ്റ് എന്ന് പറയുമ്പോൾ സിമിലർ ആയിട്ട് തോന്നുന്ന 2 വേർഡുകളായിരിക്കും അവിടെ തന്നിരിക്കുന്നത്. ഇവിടെ നോക്കൂ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഗ്ലൈക്കോസ്യൂറിയയും കീറ്റോന്യൂറിയയും തമ്മിലുള്ള ഡിഫറൻസ് എന്താണെന്നാണ് ചോദിച്ചത്. അപ്പം നമ്മളവിടെ ആദ്യം ഗ്ലൈക്കോസ്യൂറിയ എന്താണെന്ന് എഴുതണം, രണ്ടാമത് കീറ്റോന്യൂറിയ എന്താണെന്ന് എഴുതണം. ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറഞ്ഞാൽ presence of excess glucose in the urine, that is glycosuria. It's seen in diabetes mellitus patients. കൂടുതൽ ബ്ലഡ് ഗ്ലൂക്കോസ് ലെവലുള്ള പേഷ്യൻസിന് അവിടെ എന്ത് യൂറിനിലൂടെ ആ എക്സസ് ആയിട്ടുള്ള ഗ്ലൂക്കോസ് കുറേ നഷ്ടപ്പെടും. അതിനെയാണ് ഗ്ലൈക്കോസ്യൂറിയ എന്ന് പറയുന്നത്. അത് തന്നെ പല ടൈപ്പ് ഉണ്ട്. റീനൽ ഗ്ലൈക്കോസ്യൂറിയ ഉണ്ട്, എലിമെൻ്ററി ഗ്ലൈക്കോസ്യൂറിയ ഉണ്ട്. നിങ്ങൾക്ക് അതും വിശദീകരിച്ച് എഴുതാവുന്നതാണ്. കാരണം നിങ്ങൾ ഒരു സെൻറ്റൻസ് എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ 1 മാർക്കേ കിട്ടത്തുള്ളൂ. എന്നാൽ നിങ്ങൾ ഈ 3 പോയിൻറ്റും 3 കാര്യങ്ങൾ എഴുതി ചേർത്താൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് 2 മാർക്ക് അവിടെ കിട്ടും. 2ലും ഗ്ലൈക്കോസ്യൂറിയെക്കുറിച്ച് എഴുതി, അത് കഴിഞ്ഞിട്ട് കീറ്റോനൂറിയ. എന്താണ് കീറ്റോനൂറിയ? ശരീരത്തിൽ കീറ്റോൺ ബോഡീസ് എക്സസ് ആയിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. എക്സ്പെഷ്യലി മെറ്റബോളിക് അസിഡോസിസ് ഉള്ള പേഷ്യൻസിന് കീറ്റോൺ ബോഡീസ് അധികമായിട്ട് പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് നമ്മുടെ യൂറിനിൽ ഈ കീറ്റോൺ ബോഡീസിൻ്റെ പ്രസൻസ് നമ്മൾ കാണുന്നു. അത് ടെസ്റ്റ് ചെയ്യുന്ന, അത് ഡിറ്റക്ട് ചെയ്യുന്നത് ഏത് ടെസ്റ്റ് വഴിയാണ്? റോത്രാസ് ടെസ്റ്റ്. ഓക്കെ, റോത്രാസ് ടെസ്റ്റ് റുട്ടീൻ ടെസ്റ്റ് വഴി നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റത്തില്ല. കീറ്റോൺ ബോഡീസ് ഇമ്പോർട്ടൻ്റ് ആണ്. 1 വേർഡ് ക്വസ്റ്റ്യൻ, ഏത് ടെസ്റ്റാണ് കീറ്റോൺ ബോഡീസ് യൂറിനിൽ കണ്ടുപിടിക്കുന്നത്? റോത്രാസ് ടെസ്റ്റ്. അങ്ങനെ ഈ കീറ്റോൺ ബോഡീസ് നമ്മുടെ ശരീരത്തിൽ കൂടുതലാകുമ്പോൾ ഇത് ബ്ലഡിലാണ് കാണുന്നത് അല്ലേ. അപ്പോൾ എക്സസ് കീറ്റോൺ ബോഡീസ് ഇൻ ബ്ലഡ്, അതിനെന്ത് നമ്മൾ പറയും? കീറ്റോനീമിയ എന്ന് പറയും. എക്സസ് ആയിട്ടുള്ള കീറ്റോൺ യൂറിനിലൂടെ എക്സ്ക്രീറ്റ് ചെയ്യുമ്പോൾ അതിനെന്ത് പറയുന്നു? കീറ്റോന്യൂറിയ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ഈ ഒരു കണ്ടീഷനെ ഓവറോൾ ഈ കീറ്റോനീമിയയും കീറ്റോന്യൂറിയയും വരുന്ന ഈ കണ്ടീഷനെ എന്ത് പറയുന്നു? കീറ്റോസിസ് എന്നാണ് പറയുന്നത്. ഏത് പേഷ്യൻ്റാണ് കീറ്റോൺ ബോഡീസ് കൂടുന്നത്? അസിഡോസിസ് ഉള്ള പേഷ്യൻസ്, മെറ്റബോളിക് അസിഡോസിസ് ഉള്ള പേഷ്യൻസിനാണ്. എക്സ്പെഷ്യലി ഡയബറ്റിക് കീറ്റോ അസിഡോസിസ് ഉള്ള പേഷ്യൻസിന് കീറ്റോൺ ബോഡീസ് കൂടുതലായിരിക്കും. അവിടെ കീറ്റോനീമിയ ഉണ്ടാകും, കീറ്റോന്യൂറിയ ഉണ്ടാകും. ഇവ രണ്ടും നമ്മൾ വിശദീകരിച്ചില്ല. ഡിഫറൻസ് ബിറ്റ്വീൻ എന്ന് പറയുമ്പോൾ രണ്ടും എന്താണ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് അവിടെ എഴുതിയാൽ മതി. ആദ്യത്തെ പോയിന്റിന് 1 മാർക്കും ഇവിടത്തേക്ക് 1 മാർക്കും ആകുമ്പോൾ 2 മാർക്ക് നമുക്ക് കംപ്ലീറ്റ്ലി അവിടെ കിട്ടും. അല്ലാതെ 2 സെൻറ്റൻസ് മാത്രം എഴുതിയാൽ അവർ 1/2 മാർക്കോ 1 മാർക്ക്, മാക്സിമം 1 മാർക്ക് അത്രേ ഇടത്തുള്ളൂ. ഓക്കെ, ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്?
മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ, ഹൈ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ ദാറ്റ് ഈസ് HDL. നമ്മുടെ ലിപ്പോ പ്രോട്ടീൻ്റെ പല ടൈപ്സിൽ വരുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട 2 ടൈപ്പാണ് HDL-ഉം LDL, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ. ഇവിടെ നോക്കൂ, ലിപ്പോ പ്രോട്ടീൻ പല ടൈപ്പുണ്ട്, 5 ടൈപ്പുണ്ട് പ്രധാനമായിട്ട്. കൈലോ മൈക്രോൺ, വെരി ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ VLDL, ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ LDL, ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ HDL. അപ്പോൾ അവ 3ഉം, അത് കൂടാതെ ഫ്രീ ഫാറ്റി ആസിഡ്സ് അല്ലെങ്കിൽ ആൽബുമിൻ, ഇതും ഒരു ലിപ്പോ പ്രോട്ടീൻ ആയിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. അപ്പോൾ ഇതിൽ ലോ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ LDL എന്ന് പറയുന്നത് അത് എന്താ പറയുക, ബാഡ് കൊളസ്ട്രോൾ എന്നറിയപ്പെടുന്നതാണ്. അല്ലെങ്കിൽ HDL എന്ന് പറയുന്നത് ഗുഡ് കൊളസ്ട്രോൾ എന്ന്, അതായത് നമ്മുടെ ശരീരത്തിന് വേണ്ട, അതായത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ഒരു ലിപ്പോ പ്രോട്ടീനാണ് ഹൈ ഡെൻസിറ്റി ലിപ്പോ പ്രോട്ടീൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഫങ്ഷൻസ് ഒക്കെ നിങ്ങൾക്ക് അവിടെ ലിസ്റ്റ് ഡൗൺ ചെയ്യാം. ഇനി 3ാമത്തെ ക്വസ്റ്റ്യൻ, അതായത് നമ്മുടെ ബയോകെമിസ്ട്രിയിലെ മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള യൂണിറ്റ് ആണ് ആസിഡ് ബേസ് ഡിസോർഡേഴ്സ് അല്ലെങ്കിൽ ഇംബാലൻസ് എന്ന് പറയും. അപ്പോൾ എന്താണ് ആസിഡ്, എന്താണ് ബേസ്, എങ്ങനെയാണ് നമ്മുടെ ശരീരത്തെ മെയിൻറ്റെയിൻ ചെയ്യുന്നത്, അതിൻ്റെ അബ്നോർമാലിറ്റീസ് എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി അസിഡോസിസ് ഉണ്ട്, റെസ്പിറേറ്ററി ആൽക്കലോസിസ് ഉണ്ട്, മെറ്റബോളിക് അസിഡോസിസ് ഉണ്ട്, മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ട്. ഇങ്ങനെ 4 ഡിസോർഡേഴ്സ് മെയിനായിട്ടുണ്ട് ABG അനാലിസിസിൽ. ഇവിടെ നമുക്ക് ചോദിച്ചിരിക്കുന്നത് മെറ്റബോളിക് ആൽക്കലോസിസും റെസ്പിറേറ്ററി ആൽക്കലോസിസും, രണ്ടും ആൽക്കലോസിസ് ആണ്. അവ തമ്മിലുള്ള ഡിഫറൻസ് ചിലപ്പോൾ വേണമെങ്കിൽ അടുത്ത പ്രാവശ്യം അസിഡോസിസ് ചോദിക്കാം, അല്ലെങ്കിൽ അസിഡോസിസും ആൽക്കലോസിസും കമ്പൈൻ ചെയ്ത് ചോദിക്കാം. ഓക്കെ, അപ്പോൾ അത് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുക. ABGയുടെ ക്ലാസ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് ചില ക്ലാസ്സുകളിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങൾ കൃത്യമായിട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് അറിയാമായിരിക്കും എങ്ങനെയാണ് ABG അനാലിസിസ് നടത്തുന്നത്. അസിഡോസിസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലഡിൽ അസിഡിറ്റി കൂടുന്നു, pH കുറയുന്നു. നമ്മുടെ ബ്ലഡിൻ്റെ pH എത്രയാണ്? നോർമലി 7.35 to 7.45 ആണ്. അത് കുറഞ്ഞാൽ അസിഡോസിസും, അത് കൂടിയാൽ ആൽക്കലോസിസും എന്ന് പറയുന്നത്. ഇനി ഇത് കുറയുന്നതിൻ്റെ കാരണം അല്ലെങ്കിൽ കൂടുന്നതിൻ്റെ കാരണം എന്താണെന്ന് അനുസരിച്ചിട്ടാണ് അത് മെറ്റബോളിക് ആണോ റെസ്പിറേറ്ററി ആണോ എന്നറിയുന്നത്. അതായത് പേഷ്യൻ്റെ ശരീരത്തിലെ കാർബൺ ഡൈ ഓക്സൈഡ്, ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടിയാൽ അതിന് കാരണം എന്താണ്? അതായത് നമ്മുടെ റെസ്പിറേറ്ററി പ്രോബ്ലമാണ്. അതാണ് റെസ്പിറേറ്ററി അസിഡോസിസ്. ബ്ലഡിൽ കാർബൺ ഡൈ ഓക്സൈഡ് അളവ് കൂടി pH കുറയുന്നു, അങ്ങനെ അസിഡോസിസ് ഡെവലപ്പ് ചെയ്താൽ അതിനെ റെസ്പിറേറ്ററി അസിഡോസിസ് എന്നാണ് പറയുന്നത്. ഇനി നമ്മുടെ റെസ്പിറേഷൻ നോർമൽ അല്ലാതെ PCO2 അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് ബ്ലഡിൽ വളരെയധികം കുറഞ്ഞു പോയി, നോർമലി 35 to 45 ആണ്, അതിൽ നിന്ന് വളരെയധികം കുറഞ്ഞു പോയാൽ ബ്ലഡിൻ്റെ pH അവിടെ കൂടും. അങ്ങനെയായാലും അവിടെ ആൽക്കലോസിസ് ഉണ്ടാവും. പക്ഷേ അതിന് കാരണം PCO2ൻ്റെ ലെവൽ കുറഞ്ഞതുകൊണ്ട് അതാണെങ്കിൽ അതിനെ റെസ്പിറേറ്ററി കോസ് എന്നാണ് പറയുന്നത്. സോ അവിടെ എന്തായിരുന്നു പറയുക? റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്ന് പറയും. ഇനി തിരിച്ച് മെറ്റബോളിക്, അതായത് നമ്മുടെ ബ്ലഡിലെ ബൈകാർബണേറ്റിൻ്റെ ലെവല്. ബൈകാർബണേറ്റ് എന്ന് പറഞ്ഞാൽ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആണ്. ഈ ആൽക്കലൈൻ ആയിട്ടുള്ള ബൈകാർബണേറ്റ് കൂടുകയാണെങ്കിൽ അത് ആൽക്കലോസിസിന് കാരണമാകും. pH അവിടെ കൂടും, ബൈകാർബണേറ്റ് കൂടും, pHഉം കൂടും. അങ്ങനെ മെറ്റബോളിക് ആൽക്കലോസിസ് ഉണ്ടാകും. ഇനി ബ്ലഡിൽ ബൈകാർബണേറ്റ് കുറഞ്ഞാലോ, ഈ ആൽക്കലൈൻ സബ്സ്റ്റൻസ് ആയിട്ടുള്ള ബൈകാർബണേറ്റ് വളരെയധികം കുറഞ്ഞു പോയാലോ അത് നമ്മുടെ ബ്ലഡ് അസിഡോസിസ് ആകുന്നതിന് കാരണമാകും. അങ്ങനെ ഉണ്ടാകുന്ന അസിഡോസിസിനെ മെറ്റബോളിക് അസിഡോസിസ് എന്നാണ് പറയുന്നത്. ഈ ഒരു 4 പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമ്മുടെ ബൈകാർബണേറ്റ് കുറഞ്ഞ് അസിഡോസിസ് ഉണ്ടായാൽ മെറ്റബോളിക് അസിഡോസിസ് എന്നും, കാർബോണിക് ആസിഡ് അല്ലെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടി അസിഡോസിസ് ഉണ്ടായാൽ റെസ്പിറേറ്ററി അസിഡോസിസ് എന്ന് പറയുന്നു. ജസ്റ്റ് ഓപ്പോസിറ്റ്, ബൈകാർബണേറ്റ് ഇൻക്രീസ് ചെയ്ത് ആൽക്കലോസിസ് ഉണ്ടായാൽ മെറ്റബോളിക് ആൽക്കലോസിസ് എന്നും, കാർബോണിക് ആസിഡ് ഡിക്രീസ് ചെയ്ത് ആൽക്കലോസിസ് ഉണ്ടായാൽ റെസ്പിറേറ്ററി ആൽക്കലോസിസ് എന്നും പറയുന്നു. ഈ 4 കണ്ടീഷൻ്റെയും പ്രധാനപ്പെട്ട കാരണങ്ങൾ ഇതും ചോദിക്കാവുന്നതാണ്. ഒരു പേഷ്യൻ്റ് മെറ്റബോളിക് അസിഡോസിസ് ഉണ്ട്, താഴെ പറയുന്നതിൽ ഏതായിരിക്കാം അതിൻ്റെ കാരണം എന്ന് ചോദിക്കാം. മെറ്റബോളിക് അസിഡോസിസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി അസിഡോസിസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? മെറ്റബോളിക് ആൽക്കലോസിസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? റെസ്പിറേറ്ററി ആൽക്കലോസിസിൻ്റെ കാരണങ്ങൾ എന്തൊക്കെയാണ്? കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം. ഇത് മാത്രമല്ല, അസിഡോസിസ് എന്താണ്, എങ്ങനെ സംഭവിക്കുന്നു, എങ്ങനെയാണ് അതിൻ്റെ കോമ്പൻസേഷൻ സംഭവിക്കുന്നത്, എങ്ങനെയാണ് അത് കറക്റ്റ് ചെയ്യുന്നത്, അതുപോലെ ഓരോ ആൽക്കലോസിസ്, ഇവിടെ മെറ്റബോളിക് ആൽക്കലോസിസും റെസ്പിറേറ്ററി ആൽക്കലോസിസും എന്താണെന്ന് ഞാൻ കൊടുത്തിട്ടുണ്ട്. വായിച്ചു നോക്കുക. ഈസി ആയിട്ടുള്ള മെക്കാനിസമാണ്. നിങ്ങൾ മനസ്സിരുത്തി ഒന്ന് വായിച്ചാൽ മതി. ഇല്ല എങ്കിൽ നമ്മുടെ തിയറി ക്ലാസ്സസിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് തന്നിട്ടുണ്ട്. ആ ക്ലാസ്സുകൾ കണ്ടാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാകും.
അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് 25 മാർക്കിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ബയോ കെമിസ്ട്രിയിൽ 2024 ചോദിച്ചത്. നിങ്ങൾക്ക് ഇപ്പോൾ തോന്നില്ല വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. ഇങ്ങനെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങളുടെ കയ്യിൽ കിട്ടുമ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നി ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടായിരുന്നുള്ളൂ എന്ന് നിങ്ങൾക്ക് പറയണമെങ്കിൽ, അങ്ങനെ ആ രീതിയിൽ കോൺഫിഡൻ്റ് ആയിട്ട് എക്സാം നിങ്ങൾക്ക് അറ്റൻഡ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നമ്മുടെ കോഴ്സിൽ സെക്കൻഡ് സെമസ്റ്ററിൻ്റെ ഓൺലൈൻ ട്യൂഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ കോൺടാക്ട് നമ്പറിൽ ബന്ധപ്പെടുക. കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അവർ ഷെയർ ചെയ്ത് തരും. കോഴ്സിന് പേയ്മെൻറ്റ് ചെയ്താൽ വിത്തിൻ ഹാഫ് ആൻ അവർ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് ക്ലാസ്സസ് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. ഇതുവരെ എടുത്ത എല്ലാ ക്ലാസ്സസും ലഭിക്കും. ബാക്കിയുള്ള ക്ലാസ്സസ് തുടർന്നുള്ള ദിവസങ്ങൾ അപ്ഡേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. ഈ ക്ലാസ്സസ് എല്ലാം നിങ്ങളുടെ എക്സാം വരെ എത്ര തവണയും എപ്പോൾ വേണമെങ്കിലും എവിടെ വെച്ച് നിങ്ങൾക്ക് കണ്ടുപഠിക്കാൻ പറ്റുന്നതാണ്. അതുപോലെ നിങ്ങൾക്കുണ്ടാകുന്ന എല്ലാ ഡൗട്ടുകളും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്യാനും പറ്റും. സോ എന്തൊക്കെ നിങ്ങൾക്ക് സപ്പോർട്ട്, നിങ്ങളുടെ എക്സാമിന് വേണ്ട എല്ലാ സപ്പോർട്ടും ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ പഠിച്ചാൽ മാത്രം മതി. ഓക്കെ, അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ദിസ് ഈസ് യുവർ ലൈഫ്, ദിസ് ഈസ് യുവർ കരിയർ, ദിസ് ഈസ് യുവർ ഗ്രോത്ത്. നിങ്ങളുടെ ജീവിതം എന്താകണമെന്നുള്ളത് നിങ്ങളുടെ ഈ ഒരു നഴ്സിംഗ് പഠനത്തിലാണ് നിങ്ങൾ തീരുമാനിക്കുന്നത്. മാക്സിമം സപ്ലി ഒന്നും വരാതെ തന്നെ എഴുതി പാസ്സാകാൻ ശ്രമിക്കുക. ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മുടെ കോൺടാക്ട് ചെയ്യുന്ന നമ്പർ ഒന്നുകൂടെ ഞാനിവിടെ പറയാം, 8891127927. ഓക്കെ, ഈ നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ കളക്ട് ചെയ്യാം. എത്രയും പെട്ടെന്ന് തന്നെ കോഴ്സിന് ജോയിൻ ചെയ്ത് നല്ല മാർക്കോട് കൂടി പാസ്സാവുക. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ ബൈ.